പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവൻ എല്ലാ ദിവസവും നമ്മളോട് സംസാരിക്കും. परमेश्वर के बच्चे हम भी अगर प्रार्थना करें तो हमसे भी हर दिन बात करेंगे. ആ വചനത്തിലേക്ക് ഞാൻ പ്രവേശിക്കാം. എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് വളരെയധികം ആവശ്യമാണ്. उस वचन में मैं प्रवेश करूंगा, उसके लिए आपकी प्रार्थना का मुझे जरूरत है. കർത്താവ് അനുഗ്രഹിക്കട്ടെ. परमेश्वर आशीषित करे. ഇവിടെ ഈ വാക്യത്തിൽ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. इधर इस वाक्य में बहुत सारी चीजें सीखने के लिए हैं. ഇത് മുഴുവൻ പ്രസംഗിക്കാൻ ഈ ഒരു സെക്ഷൻ പോരാ. ये पूरा प्रचार करने के लिए एक सेक्शन कम है. അതുകൊണ്ട് ഞാൻ വേഗത്തിൽ അത്യാവശ്യം ചില കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് ഓടിച്ചു പോകുകയാണ്. इसके लिए मैं कुछ चीजें जो खास है वो जल्द से जल्द बता के आगे बढ़ना चाहूंगा. ഇവിടെ ക്രൂശിലെ ഒരു വലിയ വിജയത്തെ കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. यह सूली पे मिला हुआ एक बहुत बड़ा विजय के बारे में कहता है. വേണമെങ്കിൽ രണ്ടായിട്ട് ഇതിനെ തിരിക്കാം ഈ വാക്യങ്ങളെ. इस वाक्य को चाहिए तो दो भाग में हम कर सकते हैं. ഒന്ന് നമുക്ക് വിരോധമായ ചിലതിനെ കർത്താവ് മാറ്റിയതിനെ കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുന്നു. यह कुछ है कि जो कुछ हमारे विरोध में जो लिखा हुआ था उसको परमेश्वर ने हटाया. വിരോധമായ ചിലതിനെ കർത്താവ് മായ്ച്ചു കളഞ്ഞു. जो हमारे विरोध में जो कुछ लिखा हुआ था उसे परमेश्वर ने मिटा डाला. രണ്ടാമത് ശത്രുവിന്റെ മേൽ ജയം കൊണ്ടാടി. दूसरा जो है शत्रु के ऊपर जय को लिया. അവിടെ എഴുതിയിരിക്കുന്നത് അവനെ പരസ്യ കാഴ്ചയാക്കി തീർത്തു. वहां लिखा है उसको खुल्लम खुल्लम तमाशा बनाया. എന്താ ഈ പരസ്യ കാഴ്ചയാക്കുക എന്ന് പറഞ്ഞാൽ? क्या है खुल्लम खुल्लम तमाशा? ശത്രുവിന്റെ ആയുധവർഗത്തെ വെപ്പിച്ച് കീഴടക്കിയിട്ട് कि शत्रु का सारे हथियारों को रख के उसको समर्पण करा के യേശു കർത്താവ് സാത്താനെ പരസ്യ കാഴ്ചയാക്കി തീർത്തു. यीशु ने सातान को खुल्लम तमाशा बनाया. ആയുധം വെച്ച് കീഴടക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. कि आपको पता है हथियार के साथ अगर कोई समर्पण करते क्या है? അതിന്റെ അർത്ഥം പരാജയപ്പെട്ട് കീഴടങ്ങുക എന്നാണ്. उसका अर्थ है कि पराजित होके समर्पण करना. ആരെങ്കിലും ആയുധം വെച്ച് കീഴടങ്ങി എന്ന് പറഞ്ഞാൽ अगर कोई है जो हथियार को समर्पण किया कहता है, അവര് പരാജയപ്പെട്ട് കീഴടങ്ങി എന്നാണ് അർത്ഥം. उसका अर्थ है कि उन्होंने पराजित हो गया है. അപ്പോൾ കാൽവരി ക്രൂശിൽ ശരിക്കും എന്താ സംഭവിച്ചത്? तो हकीकत में कालवरी क्रूस में क्या हुआ है? സാത്താൻ ഓർത്തത് യേശുവിനെ ക്രൂശിച്ചു, സാത്താൻ ജയിച്ചെന്നാ ഓർത്തത്. शत्रु ने सातान ने सोचा कि यीशु को सूली पर चढ़ाया और उसका विजय हुआ. പക്ഷേ ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴാ സാത്താന് മനസ്സിലായത് കർത്താവ് തന്റെ തലയെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. जब वो यीशु मसीह सूली पे चढ़ा तब जाके शत्रु को पता चला कि यीशु उसको सिर को कुचल रहा है. ഹല്ലേലൂയ. हालेलुया. അവൻ പരാജയപ്പെടുവാനിടയായി തീർന്നു. वो वहां पराजित हुआ. കൃത്യമായിട്ടും എഴുതിയിരിക്കുന്നു അവൻ ആയുധവർഗം വെച്ച് കീഴടങ്ങുവാനിടയായി और यहाँ साफ साफ लिखा है उसने हथियारों को समर्पण करके पराजित हुआ. തോൽക്കുന്ന ഒരു രാജ്യത്തിന്റെ രാജാവോ സൈന്യാധിപനോ ഒക്കെ जो राज का सेनापति जब हार जाता है, അവർ വന്നിട്ട് ജയിക്കുന്ന രാജ്യത്തിന്റെ രാജാവിന്റെ മുമ്പിൽ സൈന്യാധിപന്റെ മുമ്പിൽ ആയുധം വെച്ചിട്ട് കീഴടങ്ങുന്നത് പോലെ कि वो जो राजा ने जीता है उसके हाथ सामने आके अपने हथियारों को समर्पण कर देता എന്താ है. സംഭവിച്ചെന്നറിയാമോ? ഹല്ലേലൂയ. क्या हुआ पता है? കർത്താവ് യേശുക്രിസ്തു സാത്താനെ ക്രൂശിൽ പരാജയപ്പെടുത്തി. कि परमेश्वर यीशु ने सातान को क्रूस पे അവന്റെ हराया. ആയുധവർഗത്തെ വെപ്പിച്ച് കീഴടക്കി. उसके सारे हथियारों को रख के वो जीत लिया. യോശുവയുടെ പുസ്തകത്തിൽ അങ്ങനെ ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. यीशु के प्रचार में हम इस प्रकार देखते हैं. ജോഷുവയുടെ പുസ്തകത്തിൽ जोशुआ के किताब इस पर हम देखते हैं. പഴയ നിയമത്തിൽ ജോഷുവയുടെ പുസ്തകത്തിൽ पुराना नियम में जोशुआ के किताब में യോശുവ തന്റെ നേതൃത്വത്തിൽ ചില രാജ്യങ്ങളെ തോൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ जोशुआ ने जब अपने कमांड में जब कुछ राज्यों को हराया, ആ തോറ്റ രാജാക്കന്മാരെ കൊണ്ടുവന്നിട്ട് वो जो हरे हुए राजाओं को लाके ഇസ്രായേൽ മൂപ്പന്മാരോട് പറഞ്ഞു ഇവരെ നിരയായി കിടത്തിയിട്ട് അവരുടെ കഴുത്തിൽ കാല് വെക്കുവാൻ പറഞ്ഞു. और वहाँ इस्राएल के जो बुजुर्ग लोगों को सामने उनको खड़ा करके बोले इनको नीचे लिटा दो और उनके सिर के ऊपर पैर को रखो. ഗർദൻ മേ. गर्दन पे. എന്തിനാ എങ്ങനെ ചെയ്യിച്ചത്? क्यों ऐसे करवाया? ജോഷുവയ്ക്ക് കാണിക്കുവാനുണ്ട്. നോക്കണമേ, ഈ രാജാക്കന്മാരുടെ മേൽ നമ്മൾ പരിപൂർണമായ ജയം ഏറ്റെടുത്തിരിക്കുകയാണ്. जोशुआ को ये दिखाना कि इन राजाओं में हमने पूरी तरह से जय को लिया है. ഇവിടെ രാജാവല്ല അല്ലെങ്കിൽ ജോഷുവ അല്ല ഈ ആളുകളുടെ ഈ രാജാക്കന്മാരുടെ കഴുത്തിൽ കാല് വെച്ചത്. या जोशुआ या राजा नहीं कि ये जो हरवे लोगों के उस गर्दन पे पैर रखा. ഇസ്രായേലിലെ മൂപ്പന്മാരോട് പറയാ നിങ്ങളത് ചെയ്യ്. वहाँ के जो बुजुर्ग लोग उनको बोला कि आप ये करो. ഇത് തന്നെയാണ് യേശു കർത്താവ് കാൽവറി ക്രൂശിൽ ചെയ്തത്. यही है यीशु मसीह ने कालवरी क्रूस पे किया. അവൻ നമുക്ക് വേണ്ടി യുദ്ധം ജയിച്ചു. वो हमारे लिए युद्ध को जीता. ശത്രുവിനെ അവന്റെ കാൽ കീഴിൽ തകർത്തു കളഞ്ഞു. शत्रु को उसके पैरों को नीचे कुचल दिया. തകർത്ത് കളഞ്ഞിട്ട് ആ ശത്രുവിനെ നമുക്ക് ചവിട്ടുവാൻ പാകത്തിൽ നമ്മുടെ കാൽ കീഴിൽ ഏൽപ്പിച്ചു തന്നിരിക്കുകയാണ്. और उसके शत्रु को नाश करने के बाद उस शत्रु को
को हम कुचल पाए उस प्रकार उसने अपने पैरों को नीचे रख दिया അതുകൊണ്ടാണ് है। റോമാലേഖനം 16-ാം അധ്യായത്തിൽ പറയുന്നത് इसलिए रोमियो का 16 में इस प्रकार कहता है സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ നമ്മുടെ കാൽ കീഴിൽ തകർത്ത് കളയും. कि शांति का प्रभु शैतान को अपने पैरों के तले कुचल देंगे। സാത്താൻ ജയിച്ചവനല്ല, सातान जीवित नहीं है, സാത്താൻ തോറ്റവനാണ്. सातान जो है हरा हुआ है। തോറ്റ ശത്രുവിനെ वो जो हरा हुआ शत्रु को സമാധാനത്തിന്റെ ദൈവം നമ്മുടെ കാൽ കീഴിലാക്കി തന്നിരിക്കുകയാണ്. शांति का प्रभु ने हमारे पैरों के नीचे कर दिया है। ഹല്ലേലൂയ. അവൻ ജയിച്ചവനാണെങ്കിൽ നമുക്ക് അവനെ ഭയപ്പെടണം. अगर वो जीता होता तो हम उसे डरना चाहिए था, പക്ഷെ അവൻ പരാജയപ്പെട്ടവനായതുകൊണ്ട് लेकिन वो पराजित हुआ है कह ഒരു के കാരണവശാലും നമുക്ക് അവനെ ഭയപ്പെടേണ്ട കാര്യമില്ല. कोई भी वजह से हमें उसे डरना नहीं है। ദൈവമക്കളൊന്ന് ശ്രദ്ധിക്കണം, എല്ലാവരും വളരെ ശ്രദ്ധയോട് കൂടി ആയിരിക്കണമേ. ഹല്ലേലൂയ. सभी लोग बहुत ध्यान के Thank साथ you, बैठे। Holy Spirit. എനിക്ക് നല്ലൊരു ആത്മിക അറ്റ്മോസ്ഫിയർ വേണം, कि मुझे- പ്രാർത്ഥനയുടെ ഒരു വലിയ അന്തരീക്ഷം വേണം. മൽക്കശകതലെ. ഈ വചനം സാധാരണ ഒരു വചനമല്ല. ये वचन जो है साधारण वचन ഈ नहीं है, വചനത്തിനകത്തൊരു ശക്തിയുള്ള വചനമാണ്. ये जो वचन में शक्ति ഇത് है, എനിക്ക് എന്റെ തലയിൽ നിന്ന് പ്രസംഗിച്ചു പോകണ്ട. ये जो है हमें बुद्धि से नहीं प्रचार करना ഹല്ലേലൂയ. है। ദൈവത്തിന്റെ ആത്മാവിനാൽ ഈ വചനം സംസാരിക്കുമ്പോൾ നിങ്ങൾ ഹല്ലേലൂയ അതേ ആത്മാവിനാൽ അത് റിസീവ് ചെയ്ത് വലിയ പ്രാർത്ഥനയോട് കൂടിയായിരിക്കണം. परमेश्वर की आत्मा से जब ये वचन प्रचार होगा तो उसी आत्मा से आपको इसे प्राप्त करके प्रार्थना में എങ്കിൽ रहना है। മാത്രമേ വചനത്തിന്റെ ക്രിയ, വചനത്തിന്റെ വിടുതൽ നിങ്ങളുടെ മേൽ വെളിപ്പെടുകയുള്ളൂ. तो ये वो वचन की जो सामर्थ्य, जो क्रिया है आप पे प्रकट होगा। എല്ലാവരും ചേർത്ത് പ്രാർത്ഥിച്ചാട്ടെ. सभी लोग मिलके प्रार्थना करें। ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ ദൈവമക്കളെ. सभी लोग प्रार्थना कीजिए। അന്യഭാഷയിൽ നാവുകളെ തുറന്ന് ഇന്ന് പോൽക്കാല ആരാധന എത്ര സമയം അന്യഭാഷ പറഞ്ഞു? ഹൽക്കശംതുന. ഒന്ന് ആരാധിച്ചട്ടെ. ഈ അന്തരീക്ഷം ഒന്ന് മാറട്ടെ. മൽഖേ രഗദലബം ശവനതൽ കദേ जुबमदन रगदल खडग शखमन रगदल पमदन अन्य भाषा का साथ में आराधना कर दीजिए. जेमान गडग शखे मलखे मना रमदने जुमान गडग शतुला रबचल खडग शांतने യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. സാത്താനെ ആയുധവർഗം വെപ്പിച്ച് കീഴടക്കി, സാത്താനെ ആയുധവർഗം शत्रु को हथियार के साथ समर्पण कराया, നമ്മുടെ കാൽ കീഴാക്കിയിരിക്കുകയാണ്. हमारे पैरों के नीचे किया है। ജോഷുവയുടെ പുസ്തകത്തിൽ നിന്ന് ആ വാക്യം ഞാനൊന്ന് വായിക്കാം. जोशुआ की किताब से वाक्य को जरा पढ़ते 10-ാം हैं। അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. जोशुआ 10 में इस प्रकार लिखा है। ഇത് പരാജയപ്പെട്ട രാജാക്കന്മാരാണ്. ये जो पराजित राजाओं है, യെരുശലേം രാജാവ്, यरूशलेम राजा, ഹെബ്രോൻ രാജാവ്, हेब्रोन राजा, യർമൂത്ത് രാജാവ്, यमूत राजा, ലാഖീഷ് രാജാവ്, लाकीश राजा, എഗ്ലോൻ രാജാവ്, एग्लोन राजा, ഇങ്ങനെ 5 രാജാക്കന്മാർ. ऐसे 5 राजाओं। ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം. अब एक बात ഈ ध्यान देना। വേദപുസ്തകത്തിൽ പല സ്ഥലങ്ങളിലും ദൈവമക്കളെ എതിർക്കുന്ന ശത്രുവിന്റെ സംഖ്യ 5 എന്നാണ് പറയുന്നത്. कि परमेश्वर के वचन में काफी जगह पे परमेश्वर के बच्चों को जो विरुद्ध करने वाले शक्तियों को 5 कहता है। 2-3 ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. मैं एक दो उदाहरण कहेगा तो आपको समझ में आएगा। റൂളായിട്ട് ഞാൻ പറയുകയല്ല. ये कोई रूल नहीं ഈ है। വേദപുസ്തകത്തിലെ സംഖ്യകൾക്ക് പ്രത്യേകതയുണ്ട്. वचन की जो संज्ञाओं को खासियत है വേദപുസ്തകത്തിൽ വള്ളിക്കും പുള്ളിക്കും അർത്ഥമുണ്ടെന്നാണ് कि കേട്ടോ. वचन में जो हर एक बिंदु और कोमा को भी अर्थ है। അബ്രഹാമിന്റെ കാലത്ത് ഹല്ലേലൂയ, अब्राहम के समय में ഹല്ലേലൂയ, സൊദോം ഗൊമോറ ആ ദേശങ്ങളെയൊക്കെ ആക്രമിച്ച രാജാക്കന്മാരുടെ സംഖ്യയിലും 4, 5 എന്നുള്ള സംഖ്യകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. कि वह सोदोम और गमोरा में जो आक्रमण किया तो उस राजाओं की संख्या में भी 4, 5 हम दिखते हैं। 4 രാജാക്കന്മാർ 5 രാജാക്കന്മാരെ തോൽപ്പിച്ചു. അങ്ങനെ കണ്ട അവിടെ ആ ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. उल्पत्ति में इस प्रकार लिखा है 4 राजाओं ने 5 राजाओं को हराया। അതുപോലെ തന്നെ उसी प्रकार ഹല്ലേലൂയ, ഫിലിസ്തീയ പട്ടണങ്ങൾ 5 എണ്ണമായിരുന്നു. फिलिस्तीन को शहर 5 था। അതുകൊണ്ടാണ് ഗോലിയാത്ത് വെല്ലുവിളിച്ചപ്പോൾ ദാവീദ് ആ തോട്ടിലോട്ട് ഇറങ്ങി ചെന്നിട്ട് इसके लिए गोलियत ने जब ललकारा तो दावीद जब जाके 5 കല്ലെടുത്തത്. 5 पत्थर लिया। എന്തിനാ 5 കല്ലെടുത്തത്? क्यों 5 पत्थर ഒരു കല്ല് उठाया? കൊണ്ടുള്ള ഏറ് കൊണ്ടില്ലെങ്കിൽ അടുത്ത കല്ലെടുക്കാനാന്നോ? तो एक पत्थर से अगर नहीं लगा तो दूसरा मारे, അങ്ങനെയല്ല. वैसा नहीं। ഹല്ലേലൂയ, ദാവീദിന് കൃത്യമായിട്ട് അറിയാം ഒറ്റ ഏറിന് ഇവൻ വീഴും. दावीद को पता है कि एक मार में वो गिरेगा। പക്ഷേ ഇവന്റെ പുറകിൽ ഇനിയും 4 എണ്ണം കൂടെ ഉണ്ട്. इसके पीछे और 4 जन है। ആ 4 എണ്ണത്തിലുള്ള കല്ല് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. वो 4 के लिए पत्थर स्टोर करके रखा है। അഭിഷേകമുള്ളവർ ഇന്നത്തെ ശുശ്രൂഷയല്ല ചിന്തിക്കുന്നത്. അഭിഷേകമുള്ളവർ ഭാവി കൂടെ കണ്ട് പോക്കറ്റിൽ കല്ല് സൂക്ഷിച്ചിരിക്കും. जो अभिषेक सेवक आज की सेवकाई नहीं, वो भविष्य को भी देख के वो संभाल कर रखेगा। ഇനി ഒരു രഹസ്യമുണ്ട്. इसमें भी एक ഈ रहस्य है। ഗോലിയാത്ത് ഒരാളെ ഇപ്പം വെല്ലുവിളിക്കുന്നത്.
വിളിക്കുന്നത്. अभी गोलियत एक व्यक्ति ഈ ललकार रहा है. ഗോലിയാത്തിന് വേറെ 4 സഹോദരന്മാരുണ്ട്. गोलियत को दूसरे 4 भाइयों हैं. ഇവര് എല്ലാവരും ഇവർ 5 പേരും ഇതുപോലുള്ള ആളുകളാ. ये पांचों उस प्रकार के भाई हैं. ഇവനിൽ ഒരുത്തനെ പൊങ്ങി വന്നിട്ടുള്ളൂ. अभी एक ही उठ के आया है. നാളെ ഏതെങ്കിലും കാലത്ത് മറ്റോപാരും പൊങ്ങി വരും. कल दूसरा कोई समय में दूसरे भी आएंगे. അപ്പൊ അവർക്ക് വേണ്ടിയുള്ള കല്ല് പോക്കറ്റിൽ വെച്ചിരിക്കുക. तो उनके लिए जो पत्थर एक पॉकेट में रखा ഈ है. 5 കല്ലെടുത്തത് പ്രോഫറ്റിക് ആണ്. ये जो 5 पत्थर उठाया है वो प्रॉफिटिक है. 5 കല്ല് എടുത്തു തുടങ്ങിയപ്പോൾ തന്നെ 5 पत्थर लेके जब शुरू किया അവൻ പ്രഖ്യാപിക്കുന്നത് എന്താണെന്നറിയാമോ? वो क्या कहता है? എന്റെ യുദ്ധം ഇന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. आज मेरा युद्ध केवल शुरू ഇന്ന് हुआ है. ആദ്യത്തെ ശത്രുവിനെ ഞാൻ വീഴ്ത്തുന്നത്. पहला शत्रु को मैं गिरा ഇതിന്റെ रहा हूं. പുറകെ പിന്നെയും വരും. इसके पीछे और भी आएंगे. 5 ഫെലിസ്ത്യ പട്ടണങ്ങൾക്ക്, 5 फिलिस्तीन शहर के लिए, 5 ഫെലിസ്ത്യ പ്രഭുക്കന്മാർക്ക്, 5 प्रभुओं के लिए, 5 ഫെലിസ്ത്യ മല്ലന്മാർക്കുള്ളത് എന്റെ പോക്കറ്റിൽ ഞാൻ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. 5 फिलिस्तीन के बलवानों के लिए मेरे जेब में रखा है. ഹല്ലേലൂയ, കർത്താവിനെ സ്തുതിച്ചട്ടെ. परमेश्वर को धन्यवाद दे. അപ്പൊ നമ്മുടെ പോക്കറ്റിൽ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുക കേട്ടോ. हमारे पॉकेट में हमने स्टोर किया है. വിശ്വാസ ജീവിതത്തിൽ പോരാടാൻ വരുന്ന എല്ലാ ശത്രുവിനെതിരായിട്ടുള്ളതും സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. कि विश्वास जीवन में हमारे विरुद्ध आने वाले हर एक शत्रु के लिए हमने जेब में स्टोर किया है. എല്ലാ താഴ്വരയിൽ വലിയ വെല്ലുവിളി നടക്കുകയാണ്. वहां जो तराई में बहुत बड़ा ललकार हो रहा है. 40 ദിവസം നീണ്ടു നിൽക്കുന്ന വെല്ലുവിളി. 40 दिन का ललकार. ഈ 40 ദിവസവും വേദപുസ്തകത്തിൽ ഇമ്പോർട്ടന്റ് സംഖ്യയാണ്. ये 40 दिन भी वचन में इंपॉर्टेंट है. 40 ദിവസം ശത്രു വെല്ലുവിളിച്ചു. 40 दिन शत्रु ने ललकारा. 40ാമത്തെ ദിവസമാണ് ദാവീദ് പൊങ്ങി വരുന്നത്. 40th डे में दावीद उठ के आया. നിങ്ങൾക്കറിയാമോ, ഗോലിയാത്തിനെ എറിഞ്ഞിട്ടിട്ട് गोलियत को मार गिरा के. ഹല്ലേലൂയ, ബാക്കി 4 ഉണ്ട് ഇനി അല്ലേ? बाकी 4 है अभी. അവരെ ദാവീദാണോ ഇട്ടത്? क्या उनको दावीद ने गिराया? അവരെ വീഴ്ത്തിയത് ആരാണ്? उनको कौन गिराया? വേദപുസ്തക ചരിത്രം പഠിക്കുമ്പോൾ परमेश्वर का वचन में कहता അവരെ है വീഴ്ത്തിയത് ദാവീദല്ല. उनको गिराने वाला दावीद नहीं था. ദാവീദിന്റെ വീരന്മാരെയാ ദൈവം അതിന് ഉപയോഗിച്ചത്. कि दावीद के वीरों को परमेश्वर उसके लिए इस्तेमाल किया. 2000 വർഷം മുമ്പ് 2000 साल पहले ഹല്ലേലൂയ, ശത്രുവിന്റെ തലയെ സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനെ അയച്ച് തകർത്തു. कि स्वर्ग का परमेश्वर ने अपने पुत्र को भेज के 2000 साल पहले शत्रु के सिर को कुचला. ഒന്നാമത്തെ ഗോലിയാത്ത് അവിടെ വീണു. पहला गोलियत वहां गिरा. ബാക്കി 4നെ വീഴ്ത്തുന്നത് ആരാണ്? बाकी 4 को कौन गिराता है? ദാവീദാകുന്ന യേശു കർത്താവിന്റെ മക്കളാകുന്ന നമ്മളെ വീഴ്ത്തുന്നത്. कि जो दावीद जैसे कहता है कि यीशु मसीह के बच्चे हम गिराएंगे. അതുകൊണ്ട് വചനം പറഞ്ഞത് സമാധാനത്തിന്റെ ദൈവം സാത്താനെ നിങ്ങളുടെ കാൽ കീഴിൽ തകർക്കുമെന്ന്. इसके लिए वचन कहते हैं शांति का प्रभु शैतान को आपके सिर के पैर के नीचे कुचलेंगे. അവന്റെ തലയെ കർത്താവ് തകർത്തെങ്കിൽ उसका सिर को प्रभु ने कुचला है तो ബാക്കി നമ്മൾ തകർക്കുമെന്ന്. बाकी हम कुचलेंगे. ഇവിടെ 5 രാജാക്കന്മാർ यह 5 राजा है. പേരുൾപ്പെടെ പറഞ്ഞു. नाम के साथ എന്നിട്ട് ഈ कहता है. രാജാക്കന്മാരെ ജോഷുവയുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ ये राजाओं को जब जोशुआ के पास ले ജോഷുവ आया, ഇസ്രായേൽ പുരുഷന്മാരെയൊക്കെയും വിളിപ്പിച്ചു. जोशुआ ने इस्राएल के सब लोगों को बुलाया. എന്നിട്ട് പടജനത്തിന്റെ അധിപന്മാരോട് അടുത്തു വന്ന് ഈ രാജാക്കന്മാരുടെ കഴുത്തിൽ കാല് വെപ്പീൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. 14ാമത്തെ വാക്യമാണ് വായിക്കുന്നത്. ജോഷുവയുടെ പുസ്തകം 10ാം അധ്യായം 14ാമത്തെ വാക്യം, 24ാമത്തെ വാക്യം. ഈ രാജാക്കന്മാരുടെ അടുക്കൽ വന്ന് കഴുത്തിൽ കാല് വെപ്പീൻ. इस राजाओं का गर्दन में पैर रखने के लिए जोशुआ उस सेना का सरदारों को कहा. हालेलुया. എന്നിട്ട് എന്താ സംഭവിച്ചത്? उसके बाद क्या हुआ? 25ാമത്തെ വാക്യം. 25वां वचन. ജോഷുവ അവരോട് ഭയപ്പെടരുത്, जोशुआ ने तब उनसे कहा डरो मत, ശങ്കിക്കരുത്, ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിപ്പീൻ. तुम्हारा मन कच्चा ना हो. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഓരോരുത്തരോടും പറയുക, आज पवित्र आत्मा हर एक से कहता है ഭയപ്പെടരുത്, कि डरो मत, ശങ്കിക്കരുത്, मन कच्चा ना हो, ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിപ്പീൻ. हिया बांध के रहो. ആമേൻ. ഇന്ന് സ്നാനപ്പെട്ട എല്ലാ ദൈവമക്കളോടും പരിശുദ്ധാത്മാവ് പറയുക, आज बपतिस्मा वाले हर एक व्यक्ति से पवित्र आत्मा कहता है ഭയപ്പെടരുത്, ശങ്കിക്കരുത്, ഉറപ്പോടും ധൈര്യത്തോടും കൂടി ഇരിക്കുക. डरो मत, भयभीत मत हो और हिया के साथ बांध के रहो. അതുകൊണ്ടാണ് ശത്രു തോറ്റവനാ. शत्रु हरा हुआ നിങ്ങളെ है. എതിർക്കുന്ന പിശാച് ജയിച്ചവനല്ല. हमारा विरोधी शत्रु जीता हुआ नहीं है. ജയിച്ചവനാണെങ്കിൽ ഭയപ്പെട്ടാൽ മതി. अगर वो जीता होता तो हमें डरना था.
ഭയപ്പെടണ്ട. हमें डरना नहीं है. ഹല്ലേലൂയ. ശത്രുവിനെ നിങ്ങളുടെ കാൽ കീഴിൽ ആക്കി തന്നിരിക്കുകയാ. शत्रु को आपके पैरों को नीचे करके दिया है. കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ അവനെ തോൽപ്പിച്ച് परमेश्वर यीशु ने काल्वरी क्रूस में उसको हरा के അവന്റെ ആയുധവർഗം വെച്ച് കീഴടക്കി उसके सारे हथियारों को समर्पण करा के അവനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തന്നിരിക്കുകയാ. उनको हमारे पैरों को नीचे रख दिया है. പിശാചിനെ പേടിയുള്ള ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? शैतान से डरने वाला कोई आज इधर बैठा है? മുതൽ പേടിക്കണ്ട. आपको डरना नहीं ഈ है. വെളിപ്പാട് പ്രാപിച്ചവർ പേടിക്കണ്ട. ये जो प्रकाशन पाए वालों को डरना नहीं है. അവനെ തോൽപ്പിച്ചതാ. उसे हराया है. അവനെ നിങ്ങളുടെ കാൽ കീഴാക്കിയിട്ട് उसको अपने पैरों को नीचे करके ജോഷുവ പറയ ധൈര്യത്തോട് നിങ്ങൾ അവനെ ചവിട്ടിക്കോളാൻ. बोले धैर्य के साथ उसको कुचलो. आमीन. ഹല്ലേലൂയ. हालेलुया. എന്തിനാ ജോഷുവ ഇങ്ങനെ ചെയ്യുന്നത്? जोशुआ ऐसा क्यों कर रहा है? എന്തിനാ ഈ ഓരോ അധിപതിമാരോട് വന്നിട്ട് ചവിട്ടാൻ പറയുന്നത്? क्यों हर एक को आके कहते कुचलो? നമ്മുടെ പേടി മാറി കിട്ടാൻ വേണ്ടിയാ. हमारा डर जाने के लिए. ഹല്ലേലൂയ. ചവിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കൊരു പേടിയാ നാളെ ഇവനെ കാണുമ്പോ. कि अगर कुचलेगा नहीं तो हमें डर रहेगा कि कल उसको देखेगा तो. എന്നാൽ നമ്മൾ ചവിട്ടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ധൈര്യമായിരിക്കും. अगर हम कुचल के सीखेंगे तो हमें अच्छा धैर्य होगा. ഹല്ലേലൂയ. ഈ പിശാചിനെ നമ്മൾ പേടിക്കണ്ട. शैतान से हमें डरना नहीं है. ഇടയ്ക്കിടയ്ക്ക് പിശാചിന് രണ്ട് ചവിട്ട് കൊടുക്കാൻ കർത്താവ് നമ്മളെ അനുവദിക്കുമ്പോൾ ചവിട്ടിക്കണം. അപ്പൊ നമ്മുടെ ധൈര്യം കൂടും. कि जब जब परमेश्वर इजाजत देगा शत्रु को तो कुचल लात मारने तो लात मारना हमें धैर्य मिलेगा. കഴിഞ്ഞ ദിവസം ആരാണ്ട് പറഞ്ഞു ആദ്യമായിട്ടൊരു ഭൂതം ഇളകിയ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഭയങ്കര പേടിയായിരുന്നു എന്ന് പറഞ്ഞു. पिछले दिनों ने एक व्यक्ति ने कहा कि पहली बार जब बोलते ना कि एक दुष्टात्मा बाहर निकला तो बहुत डर लगा. ഹല്ലേലൂയ. വലിയ പേടിയായിരുന്നു. ആദ്യമായിട്ട് ഭൂതമുള്ള ഒരു കേസിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അയ്യോ ഭയങ്കര പേടിയായിരുന്നു. जब पहली बार उस केस के लिए प्रार्थना की तो बहुत डरा. ഞാൻ ഓർക്കുന്നുണ്ട് എന്റെ ശുശ്രൂഷയിൽ ആദ്യമായിട്ട് ഭൂതം ഇളകിയ ഒരു സംഭവം. कि पास्टर को याद है कि पहली बार उनके सेवकाई में एक दुष्टात्मा बाहर आया. എനിക്ക് അറിയത്തില്ലായിരുന്നു എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. उन्हें पता नहीं था क्या करना है. കേരളത്തിലെ ഒരു സഭയിലായിരുന്നു. केरला में एक कलीसिया വലിയ में था. ചർച്ചായിരുന്നു. बड़ा कलीसिया ഞാൻ था. വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഏറ്റവും ബാക്കിലുള്ള ഒരു ആന്റി അലറിക്കൊണ്ട് ചാടി അങ്ങ് എഴുന്നേറ്റു. कि पास्टर जब वचन बांट रहा था पीछे से एक आंटी चिल्ला के അപ്പോൾ वो അത് आया. വലിയൊരു സഭയാണ്, വലിയൊരു പാസ്റ്ററുടെ ചർച്ചയാണ്. वो एक बड़ा कलीसिया है, बड़ा पासवान का कलीसिया വലിയ है. കൃപാവര പ്രാപ്തനാകുന്ന ഒരു ദൈവദാസനാണ്. बहुत ही वरदान को पाए हुए एक परमेश्वर का दास ഞാൻ है. പറഞ്ഞു പാസ്റ്ററെ ചെല്ലാൻ പറഞ്ഞു. കാരണം ഭയങ്കര വലിയ ദൈവദാസനാണ്. तो पास्टर ने बोला देव परमेश्वर का दास आप जाओ. ഫിന്നി ചെല്ലാൻ പറഞ്ഞു. तो उन्होंने बोला आप जाओ. ഞാൻ പറഞ്ഞു പാസ്റ്റർ ചെല്ലാൻ പറഞ്ഞു. तो पास्टर ने बोला आप जाओ. എനിക്ക് അങ്ങോട്ട് പോകാൻ എനിക്ക് അറിയത്തില്ല എന്തോ ചെയ്യേണ്ടെന്ന്. पास्टर को पता नहीं क्या അപ്പൊ करना है. പുള്ളി ഭയങ്കര എക്സ്പീരിയൻസ്ഡാ. तो बहुत ही तजुर्बा वाले हैं. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഓർത്ത് അദ്ദേഹം ചെല്ലുന്നത് നല്ലത്. കാരണം എനിക്ക് ഇതിന്റെ ABCD അറിയത്തില്ല. तो पास्टर को लगा वो जगह तो आद्यवाइटा. अच्छा है कि मुझे पता नहीं है. അപ്പൊ ഞാൻ ഓർത്ത് എന്താണെന്നറിയാമോ? तो पास्टर ने ഞാൻ क्या सोचा? ചെന്നാലൊന്നും ശരിയാകത്തില്ല. അതുകൊണ്ട് ഈ പാസ്റ്റർ തന്നെ പോയി കൈവെക്കട്ടെ. അതാ നല്ലത്. കാരണം പുള്ളി എക്സ്പീരിയൻസ്ഡ് ആണ്, വലിയ ദൈവദാസനാണ്. तो पास्टर का सोच ये था कि उन्हें जानने थे कि बड़ा परमेश्वर का दास है. എനിക്ക് അറിയത്തില്ലായിരുന്നു. उन्हें पता नहीं था. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ ഈ പാസ്റ്റർ എന്നോട് പറഞ്ഞു, मीटिंग के बाद पास्टर ने पास्टर से कहा ഫിന്നിയുടെ ശുശ്രൂഷ വെളിപ്പെട്ട ഭൂതത്തെ ഞാനല്ല ശാസിക്കേണ്ട, ഫിന്നി തന്നെയാണ് ശാസിക്കേണ്ടത് പറഞ്ഞു. बोले कि तुम्हारी सेवक है जो प्रकट हुआ दुष्टात्मा को मैं नहीं तुम्हें डांटना है. അതിന്റെ കുട്ടൻസ് പിന്നെ എനിക്ക് പിടി കിട്ടിയത്. उसके बाद उसका चीज അത് पता चला. ശരിയാണല്ലോ, ഞാൻ പ്രസംഗിച്ചോണ്ട് നിന്നപ്പോഴല്ലേ ഇത് വെളിപ്പെട്ടത്. बात सही है कि जब पासवान प्रचार कर तब जाके प्रकट അപ്പൊ हुआ. അതിനെ കൈകാര്യം ചെയ്യാനുള്ള അധികാരവും ദൈവം തന്നിട്ടില്ലേ? तो उसको संभालने का अधिकार भी परमेश्वर ने കഴിഞ്ഞ दिया ദിവസം है. ദേവസ്വം ഞാൻ ആദ്യമായിട്ട് ഇത് കണ്ടപ്പോ ഒരു പേടിയായിരുന്നു. तो पहली बार जब देखा तो डर था. പക്ഷെ യേശുവിന്റെ നാമം പറഞ്ഞ് ഈ ഭൂതം അലറിക്കൊണ്ട് പോയി കഴിഞ്ഞപ്പോ ഒരു ധൈര്യം കിട്ടി. तो यीशु के नाम में ये दुष्टात्मा दूर चले गए तो एक പിന്നെ धैर्य मिला. രണ്ടാമത് ഭൂതം ഇളകിയപ്പോൾ അത്രയും പേടിയില്ല. जब दूसरी बार दुष्टात्मा बाहर आया तो डर नहीं है. ഹലോ, നമ്മുടെ ഇടയിലൊക്കെ ഭൂതമൊക്കെ ഇളകുമ്പോൾ ഹല്ലേലൂയ, നമ്മൾ ദൈവമക്കൾ മനസ്സിലാക്കണം അവൻ അത്രയും ശക്തിയുള്ളതെന്ന്. हमारे बीच में जब दुष्टात्मा बाहर आते तो हमें समझ में आने का कि परमेश्वर के बच्चों को उस पे शक्ति उतना ही അവന്റെ है. മാനിഫെസ്റ്റേഷൻ കണ്ട് നമ്മൾ പേടിക്കുകയല്ല ചെയ്യേണ്ടത്. उसकी मैनिफेस्टेशन को देख के हमें नहीं डरना है. जब प्रकट होके आएगा हमें डरने का कोई जरूरत नहीं है. हमें ये जानना है, देखो इसका ताकत इतना ही है. നമുക്ക് ഇത് മനസ്സിലാക്കിയത് അവന്റെ ശക്തി അത്രമേ ഉള്ളൂ. यीशु का नाम में भाग जाने वाला ये सारे शक्ति. യേശുവിന്റെ നാമത്തിൽ ഓടിപ്പോകുന്ന ഈ ശക്തികളെല്ലാം. അതുകൊണ്ട് ജോഷുവ ഇപ്പൊ പറയും നിങ്ങൾ എല്ലാവരും ഒന്ന് കാല് വെച്ച്. तो जोशुआ बोल रहा है अभी सब लोग जरा पैर रखो. നിങ്ങളുടെ ധൈര്യം ഒന്ന് കൂടും. आपको धैर्य को बढ़ेंगे. ചില മുതശ്ശിമാരെ പാസ്റ്റർമാരെ അറിയാം, पासवान को जानता ചില है. പാസ്റ്റർമാരെ അറിയാം. कुछ पासवान को പൈശാചിക जानता है. ശക്തിയൊക്കെ വെളിപ്പെടുമ്പോൾ സഭയിലെ വിശ്വാസികളോട് നീ ഒന്ന് വന്ന് കൈവെക്കാൻ പറയും. എന്തിനാണെന്നറിയാം?
ട്രെയിനിങ് കൊടുക്കുക. അപ്പോൾ ഈവൻ കൈ വെക്കുമ്പോഴും പിശാച് പേടിക്കുമ്പോൾ പുള്ളിക്കൊരു സന്തോഷം, ഞാൻ കൈ വെച്ചപ്പോഴും പിശാച് പേടിച്ചു, അപ്പോൾ എനിക്കൊരു പവർ ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ, आमेन, हालेलुया। तो कोई पासवान कुछ पासवानों को जानता है कि जब कलीसिया में जब दुष्ट आत्मा बाहर निकलते हो, लोगों को बोलते हैं आप हाथ रखो, ताकि जब वो हाथ रखे तो डरेगा, तो उसको भी एक अच्छा लगेगा, नहीं मुझ में भी शक्ति है। ദൈവമക്കളെ, നമുക്ക് വലിയ പവറാ. हमें परमेश्वर बच्चों, हमें बहुत शक्ति है, അതിന് ഒത്തിരി വർഷം എടുക്കണമെന്നൊന്നുമില്ല. उसके लिए बहुत साल की जरूरत नहीं है। ഇന്ന് രക്ഷിക്കപ്പെട്ട, ഇന്ന് സ്നാനപ്പെട്ട ദൈവമക്കൾക്ക് ഭയങ്കര പവറാ. आज उद्धार पाके आज बपतिस्मा हुए बच्चों को भी बहुत शक्ति है। आमीन, ഹല്ലേലൂയ, हालेलुया। നിങ്ങളൊരു ദൈവ പൈതലാ. आप परमेश्वर के बच्चे हो, ദൈവ പൈതലായ നിങ്ങളെ പിശാച് പേടിക്കുന്നു. परमेश्वर के बच्चा आपसे शत्रु डरता है। ഹല്ലേലൂയ, हालेलुया। ദൈവത്തിന്റെ മക്കളെ പിശാചിന് പേടിയുണ്ടോ? परमेश्वर के बच्चों से शैतान डरता है। രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ മക്കളാണെങ്കിൽ പിശാചിന് 100% നിങ്ങളെ ഭയമാണ്. उद्धार पाके बपतिस्मा लियो परमेश्वर के बच्चा, अगर आप बच्चे हैं तो आपसे शत्रु डरता है। അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ പിശാചിനെ പേടിക്കണ്ട, പിശാച് നിങ്ങളെയാണ് ഭയപ്പെടുന്നത്. कि आज से आपको शत्रु से नहीं डरना है, शत्रु आपसे डरता है। ഹല്ലേലൂയ. आमीन। എന്റെ ഒരു സ്നേഹിതൻ ദേവദാസൻ എന്നോട് പറഞ്ഞൊരു അനുഭവം ഉണ്ട്. कि परमेश्वर पासवान का दास, एक परमेश्वर का दास ने पासवान से कहा, അദ്ദേഹം ഗോവയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദേവദാസനായി. वो गोवा में सेवकाई करता है। ആ ദേവദാസന്റെ ചർച്ചിൽ ഒരു വിശ്വാസി പുതുതായിട്ട് വന്നു. उस पासवान का कलीसिया में एक नया विश्वासी आया। ആ സഹോദരി സ്നാനപ്പെട്ടു. वो बहन ने बपतिस्मा लिया। സ്നാനപ്പെട്ട ശേഷം ആ സഹോദരി തിരിച്ച് അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ कि बपतिस्मा लेने के बाद वो बहन वापस अपने घर पे जब गया, ഇങ്ങോട്ട് സ്നാനപ്പെട്ടതേ ഉള്ളൂ. आज ही उसने बपतिस्मा लिया। സ്നാനപ്പെട്ടിട്ട് ആ വീട്ടിലോട്ട് തിരിച്ചു കയറിയപ്പോ तो बपतिस्मा लेके उस घर में जब गया, അവരുടെ ആങ്ങളയുടെ ഭാര്യയ്ക്കകത്തുള്ള ഭൂതം ഇങ്ങ് വെളി വന്നു. उसकी भाई की उसकी भाभी के जो शरीर में जो दुष्टात्मा तो बाहर आया। പാസ്റ്റർ അല്ല, സഭയ്ക്കകത്തല്ല, ഈ സ്നാനപ്പെട്ട സ്ത്രീ വീട്ടിലോട്ട് കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, അവരുടെ ആങ്ങളയുടെ അകത്തിരുന്ന്, ആ ഭാര്യയുടെ അകത്തിരുന്ന ഭൂതം വെളി വന്നു. कि पास्टर नहीं, कि वो बहन जब अपने घर पे गया तो उनकी भाभी के शरीर में जो दुष्टात्मा तो बाहर आया എന്നിട്ട് ഭയപ്പെട്ട് അലയ്ക്കാൻ തുടങ്ങി. और चिल्लाने लगा എന്നിട്ട് നീ തീയാ വരുന്നതെന്ന് പറഞ്ഞു. और कहा कि तू आग आ रहा है। അങ്ങോട്ട് പോയത് ഈ വീട്ടിൽ നിന്നാ. यही घर से वो गई थी, ഈ വീട്ടിൽ നിന്നാ ഇറങ്ങി അങ്ങോട്ട് സ്നാനപ്പെടാൻ പോയത്. അന്നേരം ഒന്നുമില്ലായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. यही घर से उतर के गया था बपतिस्मा लेने के लिए। സ്നാനപ്പെട്ട് തിരിച്ചു വന്നപ്പോ പിശാച് പറയാ, നീ തീയായിട്ടാ തിരിച്ചു വന്നെന്ന്. कि बपतिस्मा लेके जब लौट आया तो शत्रु कहते तू आग बन के आया है। കാരണം എന്നറിയാമോ? कारण क्या है? സ്നാനത്താൽ യേശുവിനെ ധരിച്ചിരിക്കുക. आमेन, आमेन, हालेलुया। बपतिस्मा से हमने यीशु को पहना हुआ है। आमेन। ഇന്ന് നിങ്ങൾ സ്നാനപ്പെട്ടപ്പം आपने जब इस बपतिस्मा लिया, യേശുവിനെ ധരിച്ചിരിക്കുക. आपने यीशु को पहना। आमेन। നിങ്ങൾ തിരിച്ചു വീട്ടിൽ ചെല്ലുമ്പോ आप जब वापस घर पे जाओगे, നിങ്ങളെ അല്ല പിശാച് കാണുന്നത്, आपको नहीं शत्रु देखता है। യേശു വരുന്നെന്നാ यस, പറയുന്നത്. यस, यस, आमेन। यीशु आ रहा देखता യേശു है। വരുന്നെന്നാ പറയുന്നത്. यीशु आ रहा कहेगा। ഹലോ, ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ. पासवान ने देखा ऐसा, പൈശാചിക ശക്തികൾ ചില ആളുകളുടെ ശരീരത്തിൽ വെളിപ്പെട്ട് വരുമ്പോ जब कुछ शैतानी शक्ति कुछ लोगों के शरीर में जब प्रकट होता है, നമ്മൾ ചോദിക്കും അതുകൊണ്ട് അതാരാ ഇരിക്കുന്നത് ചോദിച്ചാൽ അവർ ഇവിടെ യേശു ആയിരിക്കുന്നു പറയും. वो बोले वो कौन बेटा, तो बोले यीशु बेटा है। അങ്ങേപ്പുറത്ത് ഒരാളെ കാണിച്ചിട്ട് അതാരാ ഇരിക്കുന്നത്, അതും യേശു എന്ന് പറയും. बोले उधर कौन है, वो भी यीशु എന്താ कहेगा। ഇതിന്റെ സീക്രട്ട് എന്നറിയാം? उसका सीक्रेट क्या ഇതിന്റെ है? സീക്രട്ട് നമ്മൾ സ്നാനത്താൽ യേശുവിനെ ധരിച്ചിരിക്കുകയാ. कि हम बपतिस्मा से यीशु को पहना हुआ। आमेन। സാത്താൻ നമ്മളെ അല്ല കാണുന്നത്, शत्रु हमें नहीं देखता, സാത്താൻ യേശുവിനെ കാണുന്നത്. शत्रु यीशु को देखता നമ്മളെ है। തീ കത്തിക്കൊണ്ടിരിക്കുന്നത് പോലെ കാണുന്നത്. हमें एक आग जलने जैसा देखता है। आमेन, यस, हालेलुया। സൺഡേ സ്കൂൾ നമ്മൾ പഠിച്ച പാട്ടല്ലേ, संडे स्कूल हमने गीत सीखा है, സാത്താൻ നമ്മെ കണ്ടാൽ വിടുകയില്ല, യേശുവിന്റെ പേര് പറഞ്ഞാൽ തൊടുകയില്ല. शत्रु हमें देखेगा तो छोड़ेगा नहीं, लेकिन जब यीशु का नाम बोलेगा तो സാത്താൻ നമ്മെ കണ്ടാൽ വിടുകയില്ല, യേശുവിന്റെ പേര് പറഞ്ഞാൽ. യേശുവിന്റെ പേര് പോലും പറയണ്ടെന്ന്. സാത്താൻ നമ്മളെ കാണുമ്പോഴേ കാണുന്നത് ആരെയാണെന്നറിയാമോ? യേശുവിനെ ധരിച്ച ദൈവമക്കളെയാ. हम इस प्रकार गीत गाते, यीशु का नाम बोलते तो छुएगा नहीं, लेकिन बोलने का जरूरत भी नहीं, उसका नाम हमें देख के वो डर के അപ്പൊ ഇന്ന് भागेगा। സ്നാനപ്പെട്ട ദൈവമക്കളെ, तो आज जो बपतिस्मा लिए परमेश्वर നിങ്ങൾ के बच्चों, വീട്ടിലോട്ട് തിരിച്ചു ചെല്ലുമ്പോൾ आप सब जब घर पे लौट അവിടെ के जाएंगे, പണ്ടൊക്കെ ഇരുന്നതെല്ലാം ഇറങ്ങി ഓടും. पहले जो भी बेटा सब निकल के भागेंगे। എല്ലാം आमीन। ഇറങ്ങി ഓടും. वो सब भागेंगे। പമ്പ കടക്കും. ഞങ്ങളുടെ നാട്ടിലെ ഭാഷയാ പമ്പ കടക്കും. ഞങ്ങളുടെ നാട്ടിൽ കൂടെ പമ്പ നദി ഓടുന്നത്. है ना, वो नदी के उस पार जाएंगे, ആ പമ്പ കടക്കുന്നു പറഞ്ഞാൽ നദിയുടെ അപ്പുറം ഓടി പോകുന്നു. जो उस पार चले जाएंगे। ഹല്ലേലൂയ.
നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഗാവിലേക്ക് നിങ്ങൾ ചെന്ന് കഴിയുമ്പോൾ आपके घर में आपके गांव में जब आप जाओगे നിങ്ങൾക്കെതിരെ നിന്ന ശത്രുവിന്റെ സകല ശക്തി ഓടിപ്പോകുമെന്ന് कि आपके विरुद्ध कड़वा शत्रु के सारे शक्ति भाग जाएगा കേരളത്തിലാ പമ്പ കടത്തുന്നത് कि केरला में जो पंबा को बाहर നമ്മൾ जाते हैं ചെങ്കടലിനപ്പുറം കടത്തിയവരാ हम लाल समुद्र के उस पार भेजा हमें നമ്മൾ ചെങ്കടൽ കടന്നവരാ हम लाल समुद्र को पार किया हुआ है ഹല്ലേലൂയ हालेलुया ഈ നദി കടന്നതൊക്കെ വേണേ തിരിച്ചു നീന്തി വരും कि जो समुद्र को पार किया उसे तो वापस आ सकता है നമ്മൾ ചെങ്കടലിന്റെ അകത്ത് മുക്കിക്കളഞ്ഞവരാണ് लेकिन हमने क्या लाल समुद्र के अंदर उसको डुबा दिया है കർത്താവിനെ സ്തുതിച്ചാട്ടെ परमेश्वर को धन्यवाद दो ജ്ഞാനമുള്ള ദൈവമക്കളെ ശത്രുഗണം ഒന്നാകവേ ചെങ്കടലിൽ മുങ്ങിപ്പോയി ശത്രുഗണം ഒന്നാകവേ चंगड़ വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയില്ല ഇനിമേൽ വൈരിയുടെ എതിർപ്പുകൾ ബാലിക്കിൽ ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുനാമം രാജ ജയം ജയം എപ്പോഴും യേശു നാമത്തിന് ജയം ജയം എപ്പോഴും सैतान और सेनाओं को कालवरी में हराया शैतान और सेनाओं को कालवरी में हराया शत्रुओं के ताकत को लाल समुद्र डुबाया शत्रुओं के ताकत को लाल समुद्र डुबाया जयम जयम हल्लेलुया जयम जयम हल्लेलुया जयम जयम എപ്പോഴും यीशु राजा नाम के लिए जयम जयम एप्पोलुम यीशु राजा नाम के लिए जय जय हमेशा शत्रु और उसका सारे ताकत को लाल समुद्र में हम डुबाया है ശത്രുവിനെ നമ്മുടെ എല്ലാ ശക്തികളെയും ചെങ്കടലിൽ നമ്മൾ മുക്കി അതുകൊണ്ട് വചനം പറയുന്നത് ഇന്ന് കണ്ട മിസ്രൈമിനെ നീ ഇനി കാണുകയില്ല इसके लिए वचन कहते हैं आज जो मिस्र को देखा हो तुझे फिर से नहीं दिखेगा വിശ്വാസമുണ്ട് कितने लोगों को विश्वास है आमीन हालेलुया സ്നാനപ്പെട്ടപ്പോൾ ചിലതിന് നിങ്ങൾ ഫുൾ സ്റ്റോപ്പ് ഇടുകയാ ചെയ്തത് कि आज जब बपतिस्मा लिया तो कुछ चीजों का फुल स्टॉप डाल रहे हैं മിസ്രൈമിനെ ഇനി കാണുകയില്ല आज जो मिस्र को देखा फिर से नहीं देखेंगे എല്ലാവരും വാ आमीन തുറന്ന് പറഞ്ഞാട്ടെ ശത്രു പരാജയപ്പെട്ടു मुंह खोल के बोलो शत्रु पराजित हुआ है സാത്താൻ തോറ്റവനാ शैतान हारा हुआ है ഉറപ്പുള്ളവര് ധൈര്യമോത്തോടു കൂടി ഇരിക്കെ ഉറപ്പും ധൈര്യത്തോടു കൂടി ഇരിക്കെ धैर्य के साथ हिया बांध के बैठो നിങ്ങൾ ഭയപ്പെടേണ്ടാന്ന് आपको डरना नहीं है പ്രതിയോഗിയായ പിശാച് ജയിച്ചവനല്ല कि आपको विरोध करने वाला शत्रु जीता हुआ नहीं है പ്രതിയോഗിയായ പിശാച് തോറ്റവനാണ് आपको जो विरोध करने वाला शत्रु हारा हुआ है തോൽപ്പിച്ചിട്ട് നിങ്ങളുടെ കാൽക്കൽ ഇട്ടു തന്നിരിക്കുകയാ प्रभु ने उसे हरा के तुम्हारे कदमों के नीचे डाल के दिया है നിങ്ങൾക്ക് ചവിട്ടുവാൻ വേണ്ടി ഇട്ടു തന്നിരിക്കുകയാ तुम्हें कुचलने के लिए दिया है അധികാരത്തോടു കൂടെ ചവിട്ടുവാൻ अधिकार के साथ कुचला आमीन ജോഷുവ എന്താ പറഞ്ഞെന്നറിയാമോ जोशुआ ने क्या कहा ജോഷുവ പറഞ്ഞു നിങ്ങൾ ധൈര്യത്തോട് കാൽ വെക്കാൻ പറഞ്ഞു बोलो तुम धैर्य के साथ पैर रखो ഹല്ലേലൂയ हालेलुया അവർ അടുത്ത് ചെന്ന് അവരുടെ കഴുത്തിൽ കാൽ വെച്ചു वो पास जाके उनके गर्दन पे पैर रखा അപ്പൊ ജോഷുവ പറയാ നിങ്ങൾ ചെന്ന് ഇവരെ ചോട്ടാൻ പറഞ്ഞപ്പോ അടുത്ത് എന്ന് കാല് വെച്ചു तो जोशुआ ने जब बोला कि आप जाके कुचलो तो पास जाके गर्दन पे पैर रखा ഇത് വലിയ സിംബോളിക് ആക്റ്റാ കേട്ടോ ये बहुत सिंबॉलिक एक्ट है ജോഷുവ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിഴലില അല്ലേ कि जोशुआ जो है यीशु मसीह का परछाई है ജോഷുവ എന്ന പേര് തന്നെ യേശുവ യേശു രക്ഷകൻ എന്ന പേര് തന്നെയാണ് ये जोशुआ का जो नाम ही यीशुआ जो यीशु जो रक्षक का नाम है ഇദ്ദേഹത്തിന്റെ പേര് ഇങ്ങനെ അല്ലായിരുന്നു उसका नाम इस प्रकार नहीं था മോശ ഇദ്ദേഹത്തിന് കൊടുത്ത പേരാണ് ജോഷുവ എന്ന പേര് कि मूसा ने उसको दिया हुआ नाम है जोशुआ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് കൊടുത്തത് क्यों ऐसा एक नाम दिया കാരണം മോശ പറഞ്ഞു എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരും मूसा ने बोला मेरे बाद एक भविष्यता आएगा മോശ പഴയ നിയമത്തിന്റെ മധ്യസ്ഥനാണെങ്കിൽ कि मूसा अगर पुराना नियम का मध्यस्थ है तो ഒരു പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ വരും एक नया नियम का मध्यस्थ आएगा ആ आमीन വരുന്ന പ്രവാചകന്റെ പേര് ജോഷുവ അല്ലെങ്കിൽ യേശുവ ആണെന്ന് മോശ പ്രവചിച്ചതാണ് कि वो भविष्यता का नाम जोशुआ ने तो यीशु करके मूसा ने भविष्यवाणी दिया है। ഹല്ലേലൂയ അങ്ങനെയാണ് ഈ ജോഷുവയ്ക്ക് ആ പേര് കിട്ടിയത് ऐसा है जोशुआ को नाम मिला അപ്പോൾ ഈ ജോഷുവ ഇങ്ങനെ തന്റെ യുദ്ധത്തിൽ പരാജയപ്പെട്ട രാജാക്കന്മാരെ തന്റെ മൂപ്പന്മാരുടെ കാൽക്കലാക്കുമ്പോൾ जब जोशुआ ने जो उसके युद्ध में जो पराजित हुआ राजाओं को प्रधानों के पास ले आया ഇതൊരു വലിയ സിംബോളിക് ആക്റ്റാ കേട്ടോ ये बहुत बड़ा चिन्ह है ഇതെന്താ കാണിക്കുന്നതെന്ന് അറിയാമോ ये क्या दिखाता है നമ്മുടെ യേശുവും
വിജയിച്ചു. हमारा यीशु भी जीता. आमीन. യേശു ജയിച്ചിട്ട് यीशु ने जीत के ആ ശത്രുവിന്റെ തലയെ തകർത്തിട്ട് वो शत्रु का सिर को कुचल നമ്മുടെ के മുമ്പിൽ ഏൽപ്പിച്ചു തന്നിരിക്കുക, हमारे पास लाया है, നമ്മുടെ കാൽ കീഴിലാക്കിയിരിക്കുക. हमारे पैरों को नीचे किया है, ധൈര്യത്തോട് ചവിട്ടിക്കോളാൻ. धैर्य के साथ कुचलने के लिए. ഈ വിശ്വാസം ഉണ്ടോ? ये विश्वास है क्या? ഈ വിശ്വാസം ഉണ്ട്, ഇനി മുതൽ നിങ്ങൾക്ക് ഒന്നിനെയും പേടിക്കണ്ട. अगर ये विश्वास है तो इस आज से आपको किसी से डरना नहीं. आमीन. ഇന്നലെ വരെ പേടിയുണ്ടായിരുന്നു, कल तक डरता, ഇന്നലെ വരെ പേടിക്കണമായിരുന്നു, कल तक डरना था, കാരണം നിങ്ങളുടെ കയ്യിൽ ഒരു പവറും ഇല്ലായിരുന്നു. क्योंकि आपके पास कोई शक्ति नहीं था. പക്ഷേ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ, जब परमेश्वर को तुमने उद्धार करता माना, കർത്താവിനെ ജലത്തിൽ സാക്ഷിച്ചപ്പോൾ, कि प्रभु को जब तुम जल में മക്കളായപ്പോൾ, അവകാശികളായപ്പോൾ, जब तुम बच्चे बना, हकदार बना, നിങ്ങളുടെ മേൽ ഒരു പുതിയ ബലം വന്നിരിക്കുകയാണ്. आपके ऊपर नया बल आया है, ഒരു പുതിയ ശക്തി एक വന്നിരിക്കുകയാണ്. नया शक्ति आया है. ഒരു പുതിയ അഭിഷേകം നിങ്ങളുടെ മേൽ आमीन. വന്നിരിക്കുകയാണ്. आमीन. एक नया नियम का अभिषेक आया है. അത് ഭയത്തിന്റെ ആത്മാവല്ല, आमीन. यस, वो भय का आत्मा नहीं है, അത് ശക്തിയുടെ ആത്മാവാണ്. वो शक्ति का है. എന്തിനാ ഇങ്ങനെ കാല് വെപ്പിച്ചത്? क्यों ऐसे पैर रखा? യോശുവ പറഞ്ഞു, जोशुआ ने कहा, ഭയപ്പെടരുത്, ശങ്കിക്കരുത്, ये भयभीत मत दो, ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കും. यह बांध के रहो. അടുത്ത വാക്കുകൾ, उसके आगे, നിങ്ങൾ യുദ്ധം ചെയ്യുന്ന സകല ശത്രുക്കളോടും യഹോവ ഇങ്ങനെ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. आप युद्ध करने वाले सारे शत्रुओं के साथ प्रभु इसी प्रकार करेगा. എന്തിനാ കാല് വെപ്പിച്ചത്? क्यों पैर रखा? നാളെ വരുന്ന സകല ശത്രുവും നിന്റെ കാൽ കീഴാകുമെന്ന് വിശ്വസിച്ചു. कि कल आने वाले सारे शत्रु तेरे पैरों के नीचे होगा. आमीन. हालेलुया. ഇന്ന് നിന്റെ ധൈര്യം കൂട്ടാനാണ് നിന്നെ കൊണ്ട് ചവിട്ടിച്ചത്. आज तेरा धैर्य को बढ़ाने के लिए तुझसे कुछ लुभाया നാളെ है. നിന്റെ സകല ശത്രുവും നിന്റെ കാൽ കീഴാകുമെന്ന്. कल तेरे सारे शत्रु तेरे पैरों के नीचे होगा. ശത്രുവിനെ ആയുധവർഗം വെപ്പിച്ച് കീഴടക്കി. कि शत्रु को हथियारों के साथ समर्पण कराया. അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി. उसके ऊपर जय जयकार लिया. അവരെ പരസ്യ കാഴ്ചയാക്കി മാറ്റി. उनको कुल्लम कुल्लम तमाशा बनाया. ശത്രുവിനെ പരസ്യ കാഴ്ചയാക്കി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? उसको कुल्लम कुल्लम तमाशा के उसका अर्थ क्या है? നമ്മൾ കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ കള്ളന്മാരെ പിടിച്ചു കഴിഞ്ഞാല് हमने देखा नॉर्थ इंडिया में जब चोरों को पकड़ता है, ഇവനെ ഈ പ്രൊസഷൻ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകും വഴിയെ കൂടെ. उसको रास्ते पे से चलाता है ഇവനെ ചെണ്ടയൊക്കെ കൊട്ടി और ढोल बजाता है. ഇവന്റെ കഴുത്തിൽ ഇങ്ങനെ സ്ലേറ്റിലൊക്കെ എഴുതി വെക്കും, ഞാൻ കള്ളനാണെന്നൊക്കെ എഴുതി വെച്ചിട്ട്. उसके गले में एक पट्टा डालते हुए लिखते हैं ആ कि मैं चोर നാട് हूं. മുഴുവൻ കൊണ്ടു കിടക്കും. वो गांव पूरा उसको घुमाता ഈ है. പ്രക്രിയക്ക് പറയുന്ന പേരാണ് ഖുല്ലം ഖുല്ലം തമാശ ബനായ. ഇതിനാ പറഞ്ഞത് ഹല്ലേലൂയ. പരസ്യ കാഴ്ചയാക്കി, പരസ്യ കാഴ്ചയാക്കി, പരസ്യ കോലമാക്കി തീർത്തു. कि कुल्लम कुल्लम तमाशा बनाया. മലയാളത്തിൽ പ്രത്യേക അവനെ പരസ്യ കോലമാക്കിയെന്ന്. इस प्रकार कहते हैं उसको कुल्लम कुल्लम तमाशा बनाया. സാത്താനെ യേശു ക്രിസ്തു പരസ്യ കോലമാക്കി. आमीन. आमीन. सातान को यीशु मसीह ने कुल्लम कुल्लम तमाशा बनाया. ഒരു തോറ്റ രാജ്യത്തിന്റെ സൈന്യാധിപന്റെ അടുക്കൽ ജയിച്ച രാജ്യത്തിന്റെ സൈന്യാധിപൻ വന്നിട്ട് അവന്റെ ബാഡ്ജ് ഒക്കെ വലിച്ചു പറിക്കുന്നത് പോലെ, അവന്റെ സ്ഥാന ചിഹ്നങ്ങളെ അവന്റെ യൂണിഫോമിൽ നിന്ന് വലിച്ചു പറിക്കുന്നത് പോലെ. ഹല്ലേലൂയ. जैसे हरा हुआ एक सेनापति के पास जो जीता हुआ सेनापति आके क्या करते, उसके वस्त्र में से उसके सारे चिन्ह, सारे अधिकारों को वो छीन के निकाल देते हैं. ആയുധങ്ങളെല്ലാം വെച്ച് കീഴടക്കുന്നത് പോലെ उसके हथियारों को सब समर्पण करा देता है. സാത്താനെ ആയുധവർഗം വെപ്പിച്ച് കീഴടക്കി. शत्रु को सारे हथियारों को समर्पण करवाया. എല്ലാ ആയുധങ്ങളും, പിശാച് ഇന്ന് ഉപയോഗിക്കുന്ന സകല ആയുധങ്ങളും शैतान इस्तेमाल करने वाले सारे हथियार യേശുവിന്റെ കാൽക്കൽ വെച്ച് കീഴടങ്ങിയതാ. यीशु के पैरों के नीचे रख के समर्पण कराया. ഒരു ആയുധം പോലും സാത്താൻ വെക്കാതെ കീഴടങ്ങാതിരുന്നിട്ടില്ല. कोई भी हथियार उसके पास नहीं है अभी. അങ്ങനെയാണെങ്കിൽ अगर ऐसा है तो ഞാൻ ലോകക്കാരെ കുറിച്ചല്ല പറയുന്നത്, मैं दुनिया वालों के बारे में नहीं कह रहा हूँ. ഈ ക്രൂശിലെ ജയത്തിന്റെ അവകാശികളായി മാറിയ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം जो सुलीक से जो हकदार जो बना, हम परमेश्वर के जो बच्चे हैं, സാത്താന്റെ ഈ ആയുധങ്ങൾ അവർക്കെതിരെ ഉപയോഗിക്കാൻ അവന് ലീഗൽ റൈറ്റ് ഇല്ല. यस आमीन हालेलुया. तो शत्रु को परमेश्वर के बच्चों के विरुद्ध वो हथियारों को इस्तेमाल करने का कोई भी कायदा कानून से उसको अधिकार नहीं है. അവൻ ഈ ആയുധം നിങ്ങൾക്കെതിരെ എടുത്തു കഴിഞ്ഞാൽ अगर वो हथियार को उठाएगा तो നിങ്ങൾക്ക് ശക്തമായിട്ട് പറയാൻ പറ്റും, आप सामर्थ से कह सकता है, പിശാചേ, ഈ ആയുധം എനിക്കെതിരെ ഉപയോഗിക്കാൻ നിനക്ക് അധികാരമില്ല. हालेलुया. तुम सामर्थ से कह सकते हैं, शत्रु ये हथियार तुम मेरे विरुद्ध नहीं उपयोग कर കാരണം सकता, ഇത് നീ വെച്ച് കീഴടങ്ങിയ ആയുധമാണ്. क्योंकि ये हथियार को तूने समर्पण कराया है. आमीन. പിശാചിന്റെ ആയുധങ്ങൾ എന്തൊക്കെയാ? शत्रु का हथियार कौन से हैं? രണ്ടു മൂന്ന് ആയുധം എന്ന് പറഞ്ഞാട്ട് दो तीन हथियारों को कहे. ഒരുപക്ഷെ രോഗം പിശാചിന്റെ ഒരു ആയുധമായി വരാം, അല്ലേ? एक बीमारी शत्रु का हथियार हो सकता है, തീർച്ചയായിട്ടും हो सकता है. നിങ്ങൾ हकीकत കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെടേണ്ട വ്യക്തിയാ. तुम परमेश्वर के इस्तेमाल होने वाले लोग हैं. പക്ഷെ ആരോഗ്യമില്ലെങ്കിൽ പിന്നെ നടക്കുമോ? अगर तंदुरुस्ती नहीं तो होगा क्या? ചിലരെ രോഗം വിട്ട് ശത്രു തടയും. कुछ लोगों को बीमारी डाल के रोकेगा. പ്രാർത്ഥനയ്ക്ക് പോകാൻ വലിയ ആഗ്രഹമാ,
പ്രാർത്ഥനയ്ക്ക് പോകാൻ വലിയ प्रार्थना ആഗ്രഹം. को जाने के लिए इच्छा है, പക്ഷേ രോഗം കൊണ്ടിടും. लेकिन बीमारी डाल दिया, ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് വിടത്തില്ല. प्रार्थना में नहीं छोड़ेगा। പിശാചിന്റെ ഒരു ആയുധമാണത്. उसका एक हथियार है। അപ്പൊ ഈ ആയുധം നിങ്ങൾക്കെതിരെ ഉപയോഗിക്കുമ്പോൾ ये हथियार जब आपके विरुद्ध उपयोग करेगा, നിങ്ങൾ പറയരുത് അയ്യോ എനിക്ക് രോഗമായി ഇനി യോഗത്തിനൊന്നും പോകുന്നില്ലെന്ന് പറയല്ലേ. आप इस प्रकार नहीं बोलना मैं बीमार हूं, मैं कलीसिया में नहीं जाता हूं। നിങ്ങൾ പിശാചിനോട് എതിർക്കണം. आप शत्रु के साथ विरोध करना है। പിശാചിനോട് എതിർത്താൽ അവൻ എന്ത് ചെയ്യും? ओडिपो, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. शत्रु का अगर विरोध करे तो क्या करे? वो तुम्हें छोड़ के भागेगा। എങ്ങനെയാ പിശാചിനോട് എതിർക്കുന്നതെന്ന് അറിയാമോ? क्यों शत्रु से विरोध करना है? എങ്ങനെയാണ് പിശാചിനോട് എതിർക്കുന്നത്? कैसे करना है? അതിനൊരു ഫോർമുല ഉണ്ട്, ഞാൻ പറഞ്ഞു उसका തരാം. एक फॉर्मूला है യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്ന ഫോർമുലയാണ്. कि याकूब में इस प्रकार कहता है, ദൈവത്തോട് അടുത്ത് വരണം. परमेश्वर के पास आओ। Yes, ദൈവത്തോട് അടുത്ത് വന്നു കഴിയുമ്പോൾ, जब परमेश्वर के पास आएगा, ദൈവത്തോട് അടുത്ത് വരണമെങ്കിൽ परमेश्वर के पास आना है तो വെറുതെ അടുത്ത് വരാൻ പറ്റത്തില്ല. ऐसे पास नहीं आ सकता है। നിങ്ങൾക്ക് ഭയങ്കര വിശുദ്ധിയോടുകൂടെ മാത്രമേ ദൈവത്തോട് അടുക്കാൻ പറ്റത്തുള്ളൂ. आप पवित्रता के साथ ही परमेश्वर के पास आ सकता है। ഈ സിനായി പർവ്വതത്തിൽ ദൈവം ഇറങ്ങി വന്നപ്പോൾ सेना की पहाड़ में जो परमेश्वर उतर आया, മോശെ എന്താ പറഞ്ഞത്? मूसा ने क्या कहा? നിങ്ങൾ ഹല്ലേലൂയ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. आप अपने आप को शुद्ध करो, പർവ്വതത്തോട് അടുത്ത് വരരുത്. कि पहाड़ के पास मत आना, പർവ്വതത്തെ തൊടരുത്. पहाड़ को छूना नहीं। എന്താ കാരണം? कारण क्या ഓ है? വലിയ വിശുദ്ധനായ ദൈവം ഇറങ്ങി വന്നിരിക്കുന്നത്. कि बहुत पवित्र परमेश्वर उतर आया അപ്പോൾ है। യാക്കോബ് പറഞ്ഞു ദൈവത്തോട് അടുത്ത് വരണമെന്ന്. कि याकूब ने बोला परमेश्वर के निकट आओ। അടുത്ത് വരണമെങ്കിൽ निकट आना है तो ശുദ്ധീകരണത്തോടെ കൂടെ അടുത്ത് വരാൻ പറ്റത്തുള്ളൂ. पवित्रता के साथ ही आ सकता है। എന്ന് പറഞ്ഞാൽ വിശുദ്ധിയിൽ വളരുക. उसका मतलब पवित्रता में बढ़ो। അപ്പോൾ ഒരു ഭാഗത്ത് വിശുദ്ധിയിൽ വളരുമ്പോൾ, एक बाजू जो पवित्रता में ദൈവത്തോട് बढ़ोगे, നിങ്ങൾ അടുക്കുമ്പോൾ, परमेश्वर के जब करीब आता है, ഓരോ ദിവസവും ദൈവത്തോട് കൂടുതൽ അടുക്കണം. हर दिन परमेश्वर के पास ज्यादा आता है। ജ്ഞാനപ്പെട്ടവരെ ഇന്ന് നിങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. बपतिस्मा जो लिया आज आपने सिर्फ आरंभ किया है। കർത്താവിനോട് ഓരോ ദിവസവും അടുക്കണം. अब परमेश्वर के पास हर दिन निकट आना ഓരോ है, ദിവസവും അടുത്തടുത്ത് ജീവിക്കണം. हर दिन प्रभु के निकट निकट അങ്ങനെ रहना है। ദൈവത്തോട് അടുത്ത് നിൽക്കുകയും ऐसे परमेश्वर के पास जब रहता है, പിശാചിനോട് എതിർത്ത് നിൽക്കുകയും ചെയ്താൽ शत्रु के साथ विरुद्ध करते बैठेगा, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. वो आपको छोड़ के भागेगा। आमीन, हालेलुया। നിങ്ങൾ ദൈവത്തോട് അടുത്താൽ, अब परमेश्वर के पास നിങ്ങൾ आएगा, ദൈവത്തോട് പറ്റിയിരുന്നാൽ, अब परमेश्वर के पास चिपका रहेगा। എത്രയും അടുത്തിരിക്കണം? कितने पास रहना है? പറ്റിയിരിക്കണം. उसके पास एकदम। എല്ലാവരും പറഞ്ഞാട്ടെ പറ്റിയിരിക്കണം. सब लोग बोले चिपक के रहना ആ, है। ദൈവത്തോട് പറ്റിയിരിക്കണം. परमेश्वर के साथ चिपक के रहना है, ഒട്ടിപ്പിടിച്ചിരിക്കണം. वो चिपक के रहना है। ആമേൻ. അങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്ന ऐसे जब चिपक के रहेगा, 91 സങ്കീർത്തനക്കാരൻ എന്താ പറഞ്ഞെന്നറിയാമോ? भजन संहिता 91 में क्या कहता है? അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ, वो मेरे അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. वो मेरे हालेलुया। ओ मुझसे चिपक कर रहते इसलिए मैं उन्हें छुड़ाएगा। आमीन, हालेलुया। അവൻ എൻ്റെ നാമത്തെ അറിയാൽ वो मेरे नाम को जानता है, ഞാൻ അവനെ ഉയർത്തും. मैं उसे उठाऊंगा। എല്ലാവരും ഈ വാക്യം ഒന്ന് പറഞ്ഞാട്ടെ. सभी लोग मुंह खोल के वचन बोले। സങ്കീർത്തനം 14 വാക്യം. उसके 14th आयत, ഓ അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. वो मुझसे स्नेह करिया। ആ आमीन, ഹല്ലേലൂയ. हालेलुया। അപ്പൊ ദൈവത്തെ അറിഞ്ഞാൽ പറ്റിയിരുന്നാൽ ദൈവം വിടുവിക്കുകയും ഉയർത്തുകയും ചെയ്യും. परमेश्वर को जानेगा, उसके से चिपक के रहेगा तो परमेश्वर छुड़ाएगा और उठाएगा। ഹലോ, हालेलुया। ദൈവം ഉയർത്തുമെന്ന്. आमीन, परमेश्वर उठाएगा। മനുഷ്യൻ ഉയർത്തിയാൽ എത്ര ഉയർത്താൻ പറ്റും? इंसान उठाएगा तो कितना उठा सकता है? അവരുടെ തോളപ്പമേ ഉയർത്താൻ പറ്റത്തുള്ളൂ. वो अपने कंधे तक ही उठा सकता है। ദൈവം ഉയർത്തിയാൽ अगर परमेश्वर उठाएगा, ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത അളവിൽ സ്വർഗത്തിലെ ദൈവത്തിന് നിങ്ങളെ ഉയർത്താൻ കഴിയും. कोई सोच नहीं सकता उस प्रकार स्वर्ग का प्रभु आपको उठा सकता है। ഉയർത്തി കർത്താവിനെ हाथ സ്തുതിച്ചാട്ടെ. उठा के परमेश्वर को धन्यवाद दो। ഹല്ലേലൂയ. ഈ വചനം പറയുന്നതിന് മുമ്പേ ये वचन बोलने से ഈ पहले പറ്റിയിരിക്കുന്നവനെ കുറിച്ച് കുറെ വിശേഷത പറഞ്ഞു. ये जो चिपक के रहने के बारे में कुछ बात खासियत ആ, कहा है। അതിന്റെ 13ാമത്തെ വാക്യം, उसके 13वां आयत, സിംഹത്തിന്റെ മേലും सिंह और അണലിമേലും നീ ചവിട്ടും, नाग को तू कुचलेगा, പെരുമ്പാമ്പിനെ ബാലസിംഹങ്ങളെയും നീ മെതിച്ചു കളയും. सिंह और अजगर को तू तोड़ेगा। ആമീൻ പറഞ്ഞാട്ടെ. आमीन बोलो। സിംഹങ്ങളെ, सिंह को, അണലികളെ, अजगर को, പെരുമ്പാമ്പിനെ, नाग को, ബാലസിംഹത്തെ बाल सिंह को നീ മെതിച്ചു കളയുമെന്ന്. आप कुचलेगा। എങ്ങനെ നീ മെതിക്കുന്നത്? आप कैसे कुचलेगा? പാമ്പും പെരുമ്പാമ്പും സിംഹവും ഒക്കെ സാത്താന്യ മണ്ഡലത്തെ കാണിക്കുന്നത്. नाग जो है, अजगर जो है, सिंह जो है, ये सातानी मंडल को दिखाते പാമ്പുകളെ, हैं। തേളുകളെ, ശത്രുവിന്റെ സകല ബലത്തെയും നീ മെതിക്കുമെന്ന്. ഹല്ലേലൂയ.
शेर को, सांप को, नाग को, अजगर को, शत्रु के सारे बल को तू कुचलेगा। सांपों को, बिच्छुओं को, शैतान के सारे बल को तुम कुचल डालने वाला है। പാമ്പിനെ തേലിനെ ശത്രു സകല മണ്ഡലത്തെ നമ്മൾ ചവിട്ടും. क्योंकि 2000 साल पहले 2000 വർഷം यीशु മുന്നേ मसीह ने शैतान को कलवरी में हराकर യേശു ക്രിസ്തു ശത്രുവിനെ കാൽവരി തോൽപ്പിച്ച് उसको खुल्लम खुल्लम तमाशा बनाया, അവനെ പരസ്യ കാഴ്ചയാക്കി മാറ്റി. उसको खुल्लम खुल्लम तमाशा കരങ്ങളെ बनाया। അടിച്ചു കർത്താവിനെ സ്തുതിച്ചാട്ടെ. हाथ ताली बजा के परमेश्वर का धन्यवाद കരങ്ങളെ करो। അടിച്ചു കർത്താവിനെ हाथ സ്തുതിച്ചാട്ടെ. ताली बजा के परमेश्वर का धन्यवाद करो। രഗതൽ ഘടക ശബ്ദൂന ചിലർ പറഞ്ഞിട്ട് പെരുമ്പാമ്പിനെയും कि अजगर को, ബാലസിംഹത്തെയും बाल सिंह को, ശത്രുവിന്റെ സകല ബലത്തെയും शत्रु के सारे बल को രഗതൽ ഘടക ശബ്ദൂന ജാൽ പേ രഗജക ശൽഖമന. ഹല്ലേലൂയ. സാത്താൻ അലറുന്ന സിംഹം പോലെ നമ്മെ പിടിക്കാൻ നോക്കിയിരിക്കുക. कि शैतान जो गरजने वाला सिंह के जैसा हमें पकड़ने के लिए देख के बैठा പക്ഷെ है, നമ്മൾ അവനെ മെതിക്കാൻ നോക്കിയിരിക്കുക. लेकिन हम उसको कुचलने के लिए बैठा है। എത്ര പേര് കേൾക്കുന്നു? कितने लोग सुन रहे हैं സാത്താൻ നമ്മെ പിടിക്കാൻ നോക്കിയിരിക്കുക, कि सातान हमें पकड़ने को നമ്മൾ देखा है, അവനെ മെതിക്കാൻ हम നോക്കിയിരിക്കുക. उसे कुचलने को देखा है। സാത്താൻ നമ്മളെ പിടിക്കാൻ നോക്കിയിരിക്കുക, सातान हमें पकड़ने को देखता है, നമ്മൾ അവനെ മെതിക്കാൻ हम നോക്കിയിരിക്കുക. उसे कुचलने को देखता है। പെരുമ്പാമ്പിനെ ബാലസിംഹത്തെയും നീ മെതിച്ചു കളയുമെന്ന്. कि नाग को और अजगर को तू कुचलेगा। നീ എങ്ങനെ മെതിച്ചു കളയുന്നത്? कैसा तू कुचलेगा? നീ പറഞ്ഞാട്ടെ. तू मुंह खोल के എന്റെ बोल। നല്ല ജോഷുവ मेरा जो अच्छा जोशुआ है 5 രാജാക്കന്മാരെ തോൽപ്പിച്ചു. 5 राजाओं को हराया, കംപ്ലീറ്റ് വിക്ടറിയാ കേട്ടോ. पूरी तरह से जय लिया। ഇനി തോക്കാൻ ബാക്കിയില്ലെന്ന്. अभी कोई हारने के लिए बाकी नहीं है। 5 കല്ലെടുത്തെങ്കിൽ 5ഉം അവൻ എറിഞ്ഞെന്ന്. 5 अगर पत्थर उठाए तो 5 उसने फेंका। ശത്രുവിന്റെ സകല ബലത്തെയും തകർത്തെന്ന്. शत्रु के सारे बल को हराया, എല്ലാ ഫെലിസ്ത്യ പ്രഭുക്കന്മാരും വീണെന്ന്. सारे फिलिस्ती के प्रभुओं को गिरा दिया, എല്ലാ ഫെലിസ്ത്യ പട്ടണങ്ങളും വീണെന്ന്. सारे फिलिस्ती का शहर गिर गया, എല്ലാ ഫെലിസ്ത്യ മല്ലന്മാരും വീണെന്ന്. सारे फिलिस्ती के जो बलवान को गिरा യേശു दिया। ക്രിസ്തുവിന്റെ നാമത്തിൽ यीशु मसीह के नाम से കരങ്ങളെ ശക്തമായി അടിച്ച് हाथ ताली बजा के കശകമന രഗതൽ കടക ശൽഖമന ഹൽതേ മന ശബദൽ താലറംദന. ഹല്ലേലൂയ. 5 വീണെന്ന്. 5 गिरा, 5 വീണെന്ന്. 5 गिरा, 5 വീണെന്ന്. 5 गिरा। ഇനി നിന്റെ കാൽ കീഴാക്കി अभी തന്നിരിക്കുകയാണ്. तेरे पैरों के नीचे रखा है പെരുമ്പാമ്പിനെ ബാലസിംഹത്തെയും कि नाग और अजगर को, ഹല്ലേലൂയ അണലിയെയും कि बिच्छुओं को, ശത്രുവിന്റെ സകല ബലത്തെയും शत्रु के सारे बल ഓ को നീ മെതിച്ചു കളയുമെന്ന്. तू कुचल देगा। അതുകൊണ്ട് പിശാച് നമ്മളെ പിടിക്കാൻ ചുറ്റി തിരിയുന്നത് കൊണ്ട് कि शैतान हमें पकड़ने के लिए गरज के घूम रहे हैं, നിങ്ങൾ പേടിക്കണ്ട. हमें डरना नहीं है। വചനം എന്താ हमें- പറയുന്നത് അറിയാമോ? वचन क्या कहता है? ഹല്ലേലൂയ. ഉണർന്നിരിപ്പീൻ. वचन क्या कहते हैं? जाग के रहो, ഉണർന്നിരിപ്പീൻ. जाग के रहो। ഉറങ്ങിയാൽ ശത്രു നമ്മെ മെതിക്കും. अगर सोएगा तो शत्रु हमें कुचलेगा, ഉറങ്ങിയാൽ ശത്രു നമ്മളെ വീഴ്ത്തും. कि सोएगा तो शत्रु हमें गिराएगा, ഉറങ്ങിയാൽ ശത്രു നമ്മളെ പിടിക്കും. सोएगा तो शत्रु हमें पकड़ेगा। എന്നാൽ ഉണർന്നിരുന്നാൽ अगर जाग के നീ बैठेगा കാണും ശത്രു കയറി വരുന്നത്. तू देखिए शत्रु आते നീ हुए, കയറി വരുന്നത് കാണുമെന്ന്. तू आते हुए देखेगा। അവൻ കയറി വരുന്നത് നീ കണ്ടാൽ जब तू उसको आते हुए देख के നിന്റെ മേലുള്ള അഭിഷേകം എഴുന്നേൽക്കുമെന്ന് तेरे ऊपर जो अभिषेक उठेगा, നിന്നോട് ആത്മാവ് പറയുമെന്ന്. तेरे आत्मा നീ कहेगा ദൈവ പൈതലാ. तू परमेश्वर का बच्चा ഇവനെ है, പേടിക്കണ്ട. तू इसे डरना नहीं है। ഇവനെ മെതിക്കാനുള്ളവനാ. आमेन, आमेन, आमेन। तुझे से कुचलने के लिए है। ഹല്ലേലൂയ. हालेलुया। നീ ധൈര്യമായിട്ട് മെതിച്ചോ. तू धैर्य के साथ कुचल दे। ശൽഖമന രഗദൽ ഖഡഗൽ ശംതൂനെ. ഈ വചനത്തിലെ ഈ ശത്രുവിന്റെ ശക്തികളെ പല രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. वचन में शत्रु की शक्ति को अलग अलग तरीके से कहा है। പാമ്പെന്ന് വിളിച്ചിട്ടുണ്ട്. नाग बुलाया है, വിഷമുള്ളതാണ്. उसको जहर है। ആദ്യത്തെ പാമ്പ് അല്ലേ, ചതിക്കുന്ന പാമ്പ്. पहला जो सांप जो धोखा देने वाला, രണ്ടാമത് പെരുമ്പാമ്പെന്ന് വിളിച്ചിട്ടുണ്ട്. उसके बाद अजगर बुलाया അതിന് है, വിഷമില്ല. उसको जहर പെരുമ്പാമ്പിന് വിഷമില്ല. ഹല്ലേലൂയ. പെരുമ്പാമ്പ് ഹലൽ അജ്ഗർ. अजगर को जहर, हाँ, ഹല്ലേലൂയ. അതിന് വിഷം ഇല്ല. उसको ഹല്ലേലൂയ. जहर नहीं है। അത് പിന്നെന്താ ചെയ്യുന്നറിയോ? वो क्या करते हैं? കേടി വരിഞ്ഞു മുറുക്കി അങ്ങ് ശ്വാസം മുട്ടിക്കുക ചെയ്യുന്നത്. वो क्या करते हैं? हमको पूरा लपेट लेते और अपना सांस को रोक देते हैं। ഇംഗ്ലീഷിൽ പൈത്തൺ എന്ന് പറയും. अंग्रेजी में पाइथन कहता है। ശ്വാസം മുട്ടിക്കുന്ന ഒരു ശക്തിയാണ്. वो क्या है कि अपना सांस को दबा देता है। ഹല്ലേലൂയ. പലരുടെയും ജീവിതാവസ്ഥ ഇതാണ്. कि बहुत सारे लोगों के जीवन की अवस्था इस प्रकार है। ഒരു പെരുമ്പാമ്പ് ചുറ്റിയതുപോലെ അവരെ അങ്ങ് ചുറ്റി വെച്ചിരിക്കുക. एक अजगर ने जैसा लपेटा है वैसे उसको लपेट कर रखा है।
ഹല്ലേലൂയ, ഞെരുക്കിക്കൊണ്ടിരിക്കുക, उसको दबाते जा रहा है, ശ്വാസം മുട്ടിച്ചോണ്ടിരിക്കുക, वो सांस को पूरा दबा रहा है, ജീവിതത്തിൽ ഒരു സമാധാനമില്ല. जीवन में कोई शांति नहीं है. ഫിലിപ്പിയ ലേഖനം 16 അധ്യായത്തില് फिलिपिया 16 में ആ പട്ടണത്തിൽ ഒരു ആത്മാവിനെ നമ്മൾ കാണുന്നുണ്ട്. वह उस शहर में आत्मा ഒരു देखता है, വെളിച്ചപ്പാട് ആത്മാവ്, एक ഡിവിനേഷൻ സ്പിരിറ്റ്, जादू तानु करने वाला शक्ति. ആ സ്ത്രീക്കകത്ത് വ്യാപരിച്ച അന്ധകാരത്തെ കുറിച്ച് പഴയ ബൈബിളിലൊക്കെ എഴുതിയിരിക്കുന്നത് പൈത്തൺ സ്പിരിറ്റ് എന്നാണ്. कि उस स्त्री के अंदर जो शक्ति कार्य करता था, उसमें पुराना बाइबल इस प्रकार लिखा है, अजगर की शक्ति, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടിക്കുന്ന ശക്തി. कि सांस को दबाने वाला शक्ति. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നിങ്ങളോട് പറയുക, आज ये परमेश्वर के आत्मा से कहता है, പെരുമ്പാമ്പിനെ മെതിച്ചു കളയുന്നു. आमेन आमेन, आप अजगर को कुचल देंगे. आमेन. നിങ്ങളുടെ കുടുംബത്തെ എന്തെങ്കിലും വലിഞ്ഞു മുറുക്കിയിട്ടുണ്ടെങ്കിൽ, आपके कुटुंब को अगर किसी ने घेर के रखा है, ഹല്ലേലൂയ, സ്വർഗ്ഗത്തിലെ ദൈവം പെരുമ്പാമ്പിന്റെ ശക്തികളെ മെതിച്ചു കളയുമെന്ന്, स्वर्ग का परमेश्वर अजगर की शक्ति को कुचल देंगे, നിങ്ങളുടെ കാൽ കീഴാക്കി തന്നിരിക്കുക. तुम्हारे पैरों के नीचे किया है. ഓ, आमेन. ഹല്ലേലൂയ. हालेलुया. സിംഹങ്ങളെ, ബാലസിംഹങ്ങളെ നിങ്ങൾ മെതിച്ചു കളയുമെന്ന്. शेरों को और बाल शेर को आप कुचल देंगे. കരങ്ങളെ അടിച്ചു കർത്താവിനെ സ്തുതിച്ചട്ടെ. हाथ ताली बजा के परमेश्वर को धन्यवाद दो. എത്ര പേർ ഈ പകൽക്കാലം ഉറപ്പോട് ധൈര്യത്തോട് ചവിട്ടാൻ തയ്യാറാ? आज कितने लोग धैर्य के साथ पक्का होकर कुचलने को तैयार है. आमेन. ജോഷുവ പറഞ്ഞു ചവിട്ടിക്കോളാൻ പറഞ്ഞു. ജോഷുവ പറഞ്ഞു ചവിട്ടിക്കോളാം. जोशुआ ने बोला तुम कुचलो. എന്തിനാ ചവിട്ടാൻ പറഞ്ഞത്? क्यों कुचलना? आमेन. ധൈര്യം വർദ്ധിപ്പിക്കാനാ. धैर्य को बढ़ाने के लिए. ഇന്ന് നീ ചവിട്ടി തുടങ്ങിയാൽ आज तू कुचल के शुरू करेगा, നാളെ നിന്റെ യുദ്ധങ്ങളിൽ നിനക്ക് ഒരു ഉറപ്പാ, ഞാൻ ചവിട്ടിയാലും आमेन, വല്ലതും നടക്കുമെന്ന്. आमेन. कल के तेरे युद्धों के लिए तुझे धैर्य और पक्का है कि तू कुचल सकता है. പിന്നെ ശത്രുവിനെ പേടിച്ച് ജീവിക്കത്തില്ലെന്ന്. हम शत्रु को डर के नहीं जिएंगे. ഒത്തിരി കാര്യങ്ങൾ പറയാൻ ഈ വചനത്തിലുണ്ട്. बहुत सारी बातें बोलने इस वचन में है. കർത്താവിന്റെ മേശയിലേക്ക് നമുക്ക് പ്രവേശിക്കണമല്ലോ. അതുകൊണ്ട് ഹല്ലേലൂയ, വേഗത്തിൽ ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. कि प्रभु बोझ के आज रखा है, इसके हम जल्दी से ഞാൻ conclude പറഞ്ഞു ഈ करते हैं. വചനത്തിന് രണ്ട് ഭാഗമുണ്ട്. मैंने बोला इस वचन का दो भाग അതിന്റെ है, രണ്ടാമത്തെ ഭാഗമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. कि दूसरा भाग में पहले कहा ശത്രുവിനെ തോൽപ്പിച്ചു, शत्रु को हराया, പരസ്യ കാഴ്ചയാക്കി തീർത്തു. कुल्लम कुल्लम तमाशा किया. ഇനി ശത്രുവിന്റെ ആയുധങ്ങൾ നിനക്കെതിരെ ഉപയോഗിക്കാൻ ശത്രുവിന് ലീഗൽ റൈറ്റ് ഇല്ല. अभी शत्रु कोई भी हथियार तेरे विरुद्ध उपयोग करने के लिए उसको हक नहीं है. നിങ്ങൾക്കെതിരെ ശത്രു രോഗത്തെ ഉപയോഗിക്കുമ്പോൾ जब शत्रु आपके विरुद्ध जब बीमारी को उपयोग करता है, യേശുവിന്റെ നാമത്തിൽ എടുത്തോണ്ട് പോകാൻ പറയണം. अब मैं आपको कहना है, यीशु के नाम से उठा के ले जा. आमीन. യേശുവിന്റെ നാമത്തിൽ എന്റെ ജീവിതത്തിൽ നിന്ന് രോഗം മാറിപ്പോകട്ടെ. यीशु के नाम से मेरे जीवन से रोग बीमारी दूर हो. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ സമാധാനമില്ലാതിരിക്കുമ്പോൾ आपके कुटुंब जीवन में जब शांति नहीं है, പിശാചിനോട് പറയണം, शैतान से कहना है, പിശാചേ, ഈ ആയുധം എന്റെ വീട്ടിൽ ഉപയോഗിക്കാൻ പാടില്ല. आमीन आमीन आमीन. बोलना शैतान, ये हथियार तू मेरे घर में इस्तेमाल नहीं कर सकता. You do not have any legal right to use that weapon in my house. तुझे कोई अधिकार नहीं है वो हथियार मेरे घर में इस्तेमाल करने का. Satan, you do not have any legal right. आपके पास कोई अधिकार नहीं है. എന്തുകൊണ്ടാ ലീഗൽ റൈറ്റ് ഇല്ലാത്തത്? क्यों आपके पास अधिकार नहीं ആയുധം है? വെച്ച് കീഴടങ്ങിയതാ. क्योंकि तो हथियार को समर्पण किया है. ഹല്ലേലൂയ. हालेलुया. പിശാച് എന്തൊക്കെ ആയുധങ്ങൾ നിങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നുവോ, शैतान जो भी हथियार आपके विरुद्ध इस्तेमाल करते हैं, നിങ്ങളുടെ തലമുറയ്ക്കെതിരെ ഉപയോഗിക്കുന്നുവോ, आपके पीढ़ी के विरुद्ध उपयोग करते നിങ്ങൾ हैं, പറഞ്ഞാട്ടെ. आप मुंह खोल के बोलो. കുടുംബത്തിനെതിരെ ഉപയോഗിക്കുന്നുവോ, आपके कुटुंब के विरुद्ध जो उपयोग നിങ്ങളുടെ कर रहे हैं, ജോലിക്കെതിരെ ഉപയോഗിക്കുന്നുവോ, आपके नौकरी के साथ जो करता है, ബിസിനസിനെതിരെ ഉപയോഗിക്കുന്നുവോ, आपके बिजनेस के विरुद्ध करता है, വിശ്വാസത്തോടു കൂടെ പറഞ്ഞാട്ടെ. विश्वास के साथ के യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കരമെടുത്ത് മാറി പിശാചേ. यीशु मसीह के नाम से हाथ हटा शैतान. പാസ്റ്റർ അല്ല പറയേണ്ടത്, पास्टर को नहीं कहना है. ദൈവമക്കളായ നിങ്ങൾ ഓരോരുത്തരും പറയേണ്ടത്. आमीन, आमीन. परमेश्वर के बच्चे आप लोग खुद आपके मुंह खोल के बोलो, യേശുവിന്റെ നാമത്തിൽ മാറിപ്പോ പിശാചേ. यीशु के नाम से दूर हट शैतान. അവൻ ജയിച്ച ശത്രുവല്ല, तू जीता हुआ शत्रु नहीं है, തോറ്റ ശത്രുവാണ്. तू हरा हुआ शत्रु ആയുധ है. വർഗം വെപ്പിച്ച് കീഴടക്കിയ ശത്രുവാണ്. तेरे सारे हथियारों को समर्पण कराया. രോഗത്തിന്റെ ആയുധങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. बीमारी के हर एक हथियार यीशु मसीह के नाम से दूर हो. ഹല്ലേലൂയ. हालेलुया. ഞെരുക്കുന്ന പൈത്തൺ സ്പിരിറ്റുകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. दबाने वाला अजगर की शक्ति यीशु मसीह के नाम से दूर हो जा. കുടുംബത്തിനകത്ത് സമാധാനത്തെ കെടുത്തുന്ന പൈശാചിക മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. कुटुंब के अंदर शांति को बिगाड़ने वाला शैतान की शक्ति यीशु के नाम से दूर हो जा. പല കുടുംബങ്ങൾക്കകത്തും बहुत सारे कुटुंबों में ഭാര്യ ഭർത്താവ് കുഞ്ഞുങ്ങൾ സന്തോഷത്തോടല്ല കഴിയുന്നത്. कि पति पत्नी और बच्चे आनंद के साथ नहीं रहते. അയ്യോ, അങ്ങനല്ല വേണ്ടത്. ऐसा नहीं होना चाहिए. നിങ്ങൾ സന്തോഷത്തോട് കഴിയണം എന്ന സ്വർഗത്തിന്റെ ആഗ്രഹം. सब चाहते हैं आप खुश रहे. പക്ഷെ ഇത് ആരാ കുടുംബത്തിൽ ഇത് കൊണ്ടുവരുന്നറിയാമോ? ये बड़े कुटुंब में कौन लेके आ रहा है? അതിന്റെ പിന്നിൽ പിശാചിന്റെ ആയുധമുണ്ട്. उसके पीछे शत्रु का हथियार है. പറഞ്ഞ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ आज मुंह खोल के बोलो यीशु मसीह के नाम से ആയുധങ്ങൾ
മാറിപ്പോകട്ടെ. शत्रु के सारे हथियार दूर हो जा. കുടുംബങ്ങൾക്കകത്ത് സമാധാനം ഉണ്ടാകട്ടെ. आमीन आमीन. कुटुंबों के अंदर शांति होने दो. ഞങ്ങളെ അടിച്ചു കർത്താവിനെ സ്തുതിച്ചട്ടെ. हाथ ताली बजा के परमेश्वर को धन्यवाद दे. ഇൻഫെർട്ടിലിറ്റി, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ जो बच्चे लोग नहीं वैसा अवस्था, പിശാചിന്റെ ആയുധമാണ്. वो शैतान का हथियार है. നാമത്തിൽ മടങ്ങി ऐसे പോകട്ടെ. ऐसे आमीन हालेलुया. यीशु के नाम से दूर हो. യേശുവിന്റെ നാമത്തിൽ. यीशु के नाम से. Devil, you do not have legal right to use that weapon. शत्रु तेरे को हक नहीं है वो हथियार को इस्तेमाल करना. I am a child of God. मैं परमेश्वर का बच्चा हूँ. I am a child of मैं God. परमेश्वर का बच्चा हूँ. Oh, I am a child of God. मैं परमेश्वर का बच्चा हूँ. आमीन. ദലകടക ശന്തോന പലിയബദക്കർ ചുബാനകടക ശഖമനരഗദല അർദ്ധമാനരഗദല ബന്ധനാരഗദൽ കടക ശന്തനെ ഹല്ലേലൂയ. ജുബന്തനെ നിങ്ങൾ ധൈര്യത്തോട് വിശ്വാസത്തോട് आप धैर्य के साथ विश्वास के साथ ചിലതിന്റെ മേൽ കാല് വെച്ചാൽ, आप कुछ चीजों के ऊपर पैर रखेगा. आमीन. കാല് വെക്കുക എന്ന് പറഞ്ഞാൽ पैर रखने का अर्थ അധികാരം സ്ഥാപിക്കുക എന്നർത്ഥം. अधिकार को स्थापित करना है. കാല് വെക്കുക എന്ന് പറഞ്ഞാൽ पैर रखने का अर्थ അധികാരത്തോട് പ്രവേശിക്കുക എന്നർത്ഥം. अधिकार के साथ प्रवेश करना. आमीन. ചിലപ്പോ ഇങ്ങനെ പറയത്തില്ല, നിനക്ക് ഇവിടെ കാല് വെക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. हम कहते हैं ना तुझे तो पैर रखने नहीं देगा. നമ്മൾ കാല് വെക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം पैर रखने का अर्थ क्या है? എന്റെ അധികാരമാ. मेरा अधिकार है. ഹല്ലേലൂയ. എന്റെ അധികാരമാ. मेरा अधिकार है. आमीन. മനുഷ്യൻ ചന്ദ്രനിൽ പോയി കാല് വെച്ചല്ലേ, कि इंसान चंद्रमा में जाके पैर रखा, അധികാരം സ്ഥാപിക്കുക. वो अधिकार स्थापित അവിടെ कर ഒരു रहे हैं. കൊടി നാട്ടുകയാ. वो अपना झंडा रख रहे हैं. ടെൻസിംഗ് ഹിലാരിയും കൂടെ എവറസ്റ്റിന്റെ മേളിൽ പോയി കാല് വെച്ചല്ലേ. कि ഹല്ലേലൂയ. टेंशन हो हिरारी जाके एवरेस्ट के ऊपर पैर रखा, അവിടെ ഒരു കൊടി നാട്ടുകയാ. उधर उसने एक झंडा गाड़ा. ഹല്ലേലൂയ. ഇന്ന് നീ ചിലതിന് മേൽ അധികാരത്തോടു കൂടെ കാല് വെക്ക്. आज हमें यहाँ बैठे बैठे कुछ चीजों के ऊपर अधिकार से पैर रखना है. ശതമാന പ്രാർത്ഥിച്ചു തുടങ്ങിക്കട്ടെ. प्रार्थना करके शुरू करो. ചില ദേശങ്ങളുടെ മേൽ നീ അധികാരത്തോട് കാല് വെക്ക്. कुछ देशों के ऊपर तो अधिकार के साथ पैर रख. അബ്രഹാമേ, अब्राहम, നിന്റെ ഉള്ളക്കാല് ചവിട്ടുന്നതൊക്കെ നിനക്ക് തരുമെന്ന്. आमीन आमीन. अब्राहम जहाँ भी तू तेरा पैर रखे वो तुझे देगा. നീ കാല് വെച്ചാൽ നിന്റെ അവകാശമാണെന്ന്. पैर रखेगा तो तेरा അൽക്കശഖമന അധികാരത്തോടു കൂടെ കാല് വെക്ക്. अधिकार के साथ पैर रख. ഓ, ചിലർ അധികാരത്തോടു കൂടെ കാല് വെക്ക്. कुछ लोग अधिकार के साथ पैर रख. നിന്റെ കാൽ മതിക്കുന്നതെല്ലാം ഹല്ലേലൂയ കർത്തർക്ക് സ്വന്തമാണെന്ന്. जहाँ भी तेरा पैर है वो तेरा खुद का है. जहां भी तुम पैर रखेगा वो सब कुछ प्रभु का खुद का है. എവിടെല്ലാം നീ കാല് വെച്ച് അതെല്ലാം കർത്താവിന്റെ സ്വന്തമാ. കാൽവറിയുടെ കൊടി അവിടെ നീ പറത്തുന്നു. वहां तू കാൽവരി का झंडा तू फेरा. തമിഴിൽ അങ്ങനെ പാടുന്നല്ലേ, കാൽ മതിക്കും ദേശമെല്ലാം. പിന്നെന്ത് ചെയ്യും? കൺപാർക്കും ദേശമെല്ലാം കാൽവറി കൊടി. ചന്ദ്രനിൽ പോയി ഹല്ലേലൂയ യുഎസ്എയുടെ കൊടിയാ പറത്തിയത്. ചന്ദ്രൻ जाके यूएसए का झंडा फेरा है. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ കാല് വെക്കുന്നിടത്ത് आमीन. പറത്തുന്ന കൊടി ദൈവരാജ്യത്തിന്റെ കൊടിയാ. लेकिन हम जहाँ കാൽവറിയുടെ पैर കൊടി. रखेगा वो परमेश्वर का राज का झंडा फहराएगा. യഹോവ നിസി, यहोवा निशी. യഹോവ നിസി, यहोवा निशी. യഹോവ നിസി. मुंह खोल के बोलो यहोवा निशी. അമാല്യക്കരെ തോൽപ്പിച്ചിട്ട് अमालेकियों को हरा के മോശ പറഞ്ഞൊരു വാക്കാണ്. मूसा ने कहा हुआ शब्द है. അതവരുടെ ഒന്നാമത്തെ യുദ്ധമായിരുന്നു. वो पहला युद्ध था उनका. ആ യുദ്ധത്തിൽ അവർ ജയിച്ചു. वो युद्ध में वो जीता. ജയിച്ചിട്ട് മോശ പറഞ്ഞ വാക്കാണ്, मूसा ने इस प्रकार कहा യഹോവ നിസി, यहोवा निशी. യഹോവ എന്റെ ജീത്തിന്റെ ജണ്ടയാ, എന്റെ ജയത്തിന്റെ കൊടിയാ. यहोवा मेरा जीत का झंडा है. आमीन. കൊച്ചു പറഞ്ഞിട്ട് യഹോവ നിസി, मुंह खोल के चिल्ला के बोलो यहोवा निशी. जीत का झंडा, वो मेरा जीत का झंडा है. निसी मेरा जीत का झंडा, यहोवा निशी मेरा जीत का झंडा यहोवा है. निसी मेरा जीत का यहोवा झंडा. निशी मेरा जीत का झंडा है. ശഖമന രഗദൽ ഖഡഗ ശന്തന. ഹല്ലേലൂയ. അത് മോശയുടെ ഒന്നാമത്തെ ജയമാണെങ്കിൽ, वो मूसा का अगर पहला विजय है तो ഹല്ലേലൂയ, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന യേശു കർത്താവ് नया नियम का जो मध्यस्थ यीशु मसीह കാൽവറി തന്റെ കരത്തെ ഒന്ന് വിരിച്ചു കേട്ടോ. के कालवरी में अपने हाथों को फैलाया. आमीन. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ അങ്ങ് സങ്കല്പിച്ച് പറയുക. बास इस प्रकार सोच के कहता है പഴയ നിയമത്തിലെ ഒന്നാമത്തെ യുദ്ധം മോശ ചെയ്തപ്പോൾ, कि नया पुराना नियम का पहला युद्ध जब मूसा ने किया, ഹല്ലേലൂയ, മോശ കൈ ഇങ്ങനെ ഉയർത്തി പിടിച്ച് പ്രാർത്ഥിച്ചെന്ന്. कि मूसा ने हाथों को उठा के प्रार्थना किया. ഹല്ലേലൂയ.
മോശ പ്രാർത്ഥിച്ചപ്പോൾ വിജയമുണ്ടായി. जब मूसा ने प्रार्थना किया तो जय हुआ. മോശയുടെ കൈ തളരുമ്പോൾ രണ്ട് പേര് അപ്പുറം ഇപ്പുറം ഇരുന്ന് താങ്ങി അഹരോനും ഹൂരും. कि मूसा का जब हाथ नीचे आता तो दो जन अहरोन और हूर ने उसके हाथों को ऊपर से उठाया. ഒന്ന് ചേട്ടനും ഒന്ന് അളിയനും എന്നാ പറയുന്നത്. एक भाई और एक साला है कहता है. അഹരോന് ചേട്ടന് അല്ലേ, അഹരോൻ ചേട്ടന്, ഹൂർ അളിയനാന്നാ പറയുന്നത്. अहरोन जो है भाई और हूर जो है साला है. അപ്പൊ ഒരിടത്ത് ചേട്ടനും ഒരിടത്ത് അളിയനും ഇരുന്നു. एक बाजू में भाई और दूसरा जहाँ पर साला बेटा. കാൽവരി ക്രൂശിൽ കൈ ഒന്ന് ഉയർത്തി കേട്ടോ. लेकिन यीशु मसीह ने कालवरी में हाथों को फैलाया. താഴ്ത്താൻ പറ്റത്തില്ലായിരുന്നു. आमीन. वो हाथों को नीचे नहीं किया. അളിയനും ചേട്ടനും അല്ല കൈ പൊക്കി പിടിച്ചത്. भाई और साला ने नहीं हाथों को उठाया. കാരണം അളിയനും ചേട്ടനും രണ്ട് കള്ളന്മാർ അപ്പുറത്തുണ്ട്. ഇത് അളിയനും ചേട്ടനും കള്ളന്മാരാണ്. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ എക്സാഗ്രേറ്റ് ചെയ്ത് പറഞ്ഞതാ കേട്ടോ. രണ്ട് കള്ളന്മാർ അപ്പുറത്തും ഇപ്പുറത്തും കൈ വെക്കുന്നതിൽ എത്ര നല്ലതാ. റോമ ഗവൺമെന്റ് ആണി അടിച്ചങ്ങ് ഉറപ്പിച്ചു, ഇവ കൈ താക്കരുത്. ഹല്ലേലൂയ. वो हाथों को नीचे नहीं करना, इसके लिए उसके हाथों पे कीले ठोका. കൂടെ നിൽക്കുന്നവരുടെ കൈ തളർന്നു പോകാം. कि साथ में जो रुका है उनका हाथ थक जाएंगे. ഹല്ലേലൂയ. അവസാനം താഴ്വരയിൽ യുദ്ധം ചെയ്തതാരാ? और तराई में युद्ध किसने किया? ജോഷുവ യുദ്ധം ചെയ്തു. जोशुआ ने युद्ध किया. അമാലിക്കരോടുള്ള യുദ്ധമേ. अमालेकियों के साथ जो युद्ध, ജോഷുവ താഴ്വരയിൽ യുദ്ധം ചെയ്യുന്നു. जोशुआ युद्ध कर रहे हैं. ഇവിടെ കാൽവറിയിൽ കൈ ഉയർത്തിയതും ജോഷുവയാണ്, താഴ്വരയിൽ യുദ്ധം ചെയ്തതും ജോഷുവയാണ്. അതുകൊണ്ട് വചനം പറഞ്ഞത് ഹല്ലേലൂയ, അവനെ ആരും സപ്പോർട്ട് ചെയ്തില്ല, അതുകൊണ്ട് അവൻ തന്നെ അങ്ങ് ജയിച്ചെന്ന്. ഹല്ലേലൂയ. आमीन. हालेलुया. यहाँ कालवरी में हाथों को उठाया भी जोशुआ ने और युद्ध तराई में किया वो भी जोशुआ में. इसके लिए वचन कहते हैं उसको किसी ने सपोर्ट नहीं किया, उसने अकेला युद्ध लड़ा. പഴയ നിയമം ബലഹീന മനുഷ്യരെ ഉപയോഗിച്ചത്, कि पुराना नियम बलहीन इंसान को उपयोग किया. എന്നാൽ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ ബലഹീനനല്ല. लेकिन नया नियम का जो मध्यस्थ करने वाला बलहीन नहीं है, ജയിക്കാൻ പ്രാപ്തനാണ്. वो युद्ध जीतने के लिए सामर्थ्यशाली है. പരമടിച്ചാട്ടെ. हाथ ताली बजाओ. പുതിയ നിയമത്തിന്റെ യുദ്ധം ഒന്നാമത്തെ യുദ്ധം. नया नियम का युद्ध पहला युद्ध. യേശു കർത്താവ് കാൽവരി ക്രൂശിൽ ചെയ്തെടുത്ത യുദ്ധം, कि यीशु मसीह നേടിയ യുദ്ധം, कि कालवरी में जो जीता युद्ध, ജയിച്ച യുദ്ധം. जीता हुआ युद्ध. ഹല്ലേലൂയ. എന്നിട്ട് അവനൊരു കൊടി നാട്ടി കേട്ടോ. और उसके बाद उसने एक झंडा फैलाया. യഹോവ നിസി, यहोवा निशी, കാൽവറിയുടെ കൊടി. सूली का जो झंडा, വിളിച്ചു പറഞ്ഞാട്ട് കാൽവറിയുടെ കൊടി. हर जो मुंह खोल के बोलो कालवरी का झंडा, അതെന്റെ ജയത്തിന്റെ കൊടിയാ. वो मेरा जय का झंडा है. കഴിഞ്ഞ സൺഡേയില് पिछले संडे को നമ്മൾ യഹോവ റാഫയാ പറഞ്ഞത്. हमने यहोवा राफा कहा. ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ട് വന്നതല്ല. हमने सोच के नहीं आया. നമ്മൾ പറയാൻ പോകുന്നത് യഹോവ നിസി എന്നാ. आज हम कहेंगे यहोवा निशी. നിസിയാണ്. यहोवा निशी है. वो मेरा जीत का झंडा है. हमने जय ने कोडिया. वो मेरा जीत का झंडा है. हमने जय ने कोडिया. सब लोग चिल्ला के कहो, वो मेरा जीत का झंडा है. वहाँ तोरण हारेगी पर हमने जय ने कोडिया. चिल्ला के कहो, वो मेरा जीत का झंडा है. वहाँ हारेगी पर हमने जय ने कोडिया. എന്റെ ജയത്തിന്റെ കൊടി, मेरे जीत का झंडा. യേശു ജയിച്ചു. मेरा यीशु जीता. എന്നിട്ട് പറഞ്ഞു, നീ കാല് മതിക്കുന്നതല്ല, നീ കാല് വെക്കുന്നതല്ല, तू जहाँ भी पैर रखेगा, കാൽവറിയുടെ കൊടി പറക്കാൻ പോകുകയാ. और जहाँ भी तू पैर रखेगा कालवरी का झंडा फैलेगा. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ, जो उद्धार पाया परमेश्वर के बच्चों, സ്നാനപ്പെട്ട ദൈവമക്കളെ, जो बपतिस्मा वाले परमेश्वर നീ के बच्चों, നിന്റെ വീട്ടിനകത്തോട്ട് കാല് വെക്കുമ്പോൾ, जब तू तेरे घर के अंदर कदम रखेगा, ശകമന നീ അധികാരത്തോട് കാല് വെക്കുമ്പോൾ, तू अधिकार के साथ पैर रखेगा, അധികാരത്തോട് കാല് വെക്കുമ്പോൾ, तो अधिकार के साथ पैर അവിടെ रखेगा. യഹോവ നിസി ജീത് का झंडा നീ പറപ്പിക്കാൻ പോകുകയാ. तो वहाँ यहोवा निशी जीत का झंडा को നീ फैलाएगा. അധികാരത്തോടെ ഇന്ന് നിന്റെ ഗാവിലേക്ക് ചെല്ലുമ്പോൾ, तो अधिकार के साथ आज जब तेरे गांव में लौटेगा, you are going to hallelujah ജീത്തിന്റെ झंडा, ജയത്തിന്റെ കൊടി നിങ്ങൾ അവിടെ നാട്ടാൻ പോകുകയാ. तू तेरे गांव जाके जीत का झंडा फैलाएगा. ശഖമന രഗദൽ ഖഡഗൽ ശബ്ദന ചാൽക്കെ മൽക്കെ രഗദൽ പന്തനെ കരങ്ങളെ അടിച്ച് ശക്തമായി ആരാധിച്ചിട്ട് യേശുവിന്റെ നാമം, യേശുവിന്റെ ताली നാമം, बजाते हुए, യേശുവിന്റെ बजाते നാമം, हुए, तू कौन के बोलो, तू कौन के बोलो. കാൽവറിയിലെ ജയത്തിന്റെ കൊടി, कालवरी का
का जय का झंडा, കാൽവറിയിലെ ജയത്തിന്റെ കൊടി, कालवरी का जय का झंडा, ഓ എനിക്ക് വേണ്ടി ഉയർത്താൻ ഒരു കൊടി, मेले उठाने के लिए झंडा, എനിക്ക് വേണ്ടി ഉയർത്താൻ ഒരു കൊടി. मेले उठाने के लिए झंडा. ശകമന ഉത്തമഗീതത്തിൽ ഒരു ചോദ്യം ചോദിച്ചു. सॉन्ग ऑफ सॉन्ग में कुछ सवाल पूछा. श्रेष्ठ गीत में ऐसे एक सवाल पूछा. उत्तम गीत है जो ചോദ്യം ചോദിച്ചു. सवाल क्या था मालूम है? ചോദ്യം എന്തുവാ? ये झंडों के साथ में आ रहे ये कौन है? ഈ കൊടിയുടെ കൂടെ വരുന്നവൻ ആരാ? കൊടികളോട് വരുന്ന ഇവൾ ആര്? ये झंडा के साथ आने वाला कौन है? ആരാണ് ഈ വരുന്നത്? कौन है ये जो आ रहा है? മറുപടി കൊണ്ട് കേട്ടോ. उसका उत्तर है സഭയാണ് ഈ വരുന്നത്. ये कलीसिया है जो आ रहा है. മണവാട്ടി സഭയാണ് ഈ വരുന്നത്. जो दुल्हन कलीसिया है. കൊടികളോട് കൂടെ മണവാട്ടി സഭ വരികയാണ്. ये झंडे के साथ दुल्हन कलीसिया आ रहा है. ജയത്തിന്റെ കൊടിയോട് കൂടെ. जय के झंडे के साथ. എവിടുന്നായി ജയത്തിന്റെ കൊടി? कहां से मिला जय का झंडा? ശകമന അവന്റെ മേലെ ഒരു ബാനർ പിടിച്ചിട്ടുണ്ട്. उसके ऊपर एक बैनर लगाया है. ഒരു ബാനർ പിടിച്ചിട്ടുണ്ട്. एक बैनर लगाया है. രക്ഷ നിമിത്തം ഉയർത്തേണ്ടതിന്, രക്ഷ നിമിത്തം ഉയർത്തേണ്ടതിന് कि उद्धार के कारण उठाने के लिए ഒരു കൊടി കൊടുത്തിട്ടുണ്ട്. उसको एक झंडा दिया है. കാൽവറിയിലെ ജയത്തിന്റെ കൊടി. कालवरी का सूली का झंडा. ശകമന ചില്ലാക്കെ കഹോ, मुंह खोल के चिल्ला के ചില്ലാക്കെ कहो, കഹോ, अलरी पड़ा. Christ Jesus I am victorious. In Christ Jesus I am victorious. मुंह खोल के बोलो यीशु मसीह में मैं जयवंत हूं. ഹല്ലേലൂയ. हालेलुया. ശത്രുവിനെ പരാജയപ്പെടുത്തി, शत्रु को हरा दिया. ആയുധവർക്കം വെപ്പിച്ച് കീഴടക്കി, हथियारों के साथ समर्पण ക്രൂശിൽ कराया. അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി, क्रूस में उसमें जय दिया. അവരെ കുല്ലം കുല്ലം തമാശയാക്കി, हमने പരസ്യ കാഴ്ചയാക്കി. परसे काഴ്ച की. ആമീൻ പറഞ്ഞാട്ടെ. आमीन बोलो. വിരോധമായതിനെ മായ്ച്ചെന്ന് कि आपके विरुद्ध लिखा हुआ लेखों को मिटा दिया. എന്ന് പറഞ്ഞാൽ उसका अर्थ है നമുക്കെതിരെ പിശാച് എഴുതിയ സകലത്തെ മായ്ച്ചു. हमारे विरुद्ध में शत्रु ने लिखा सारे चीजों को बुझा दिया. നിങ്ങൾക്കെതിരെ പിശാച് എന്താ എഴുതിയത്? शत्रु ने क्या लिखा था? പിശാച് എഴുതിയ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. शैतान ने लिखा बहुत सारी चीजें थे. പിശാച് നല്ലതൊന്നും എഴുതത്തില്ല. शैतान कुछ भी अच्छा नहीं लिखेगा. ദൈവം നിങ്ങളെ കുറിച്ച് നല്ലതാ എഴുതുന്നത്. परमेश्वर अपने बारे में अच्छा लिखता है. പിശാച് എഴുതിയതെല്ലാം മോശമാ. कि शैतान ने सब बुरा लिखा है. അവൻ നശിക്കും, ये नाश होगा. അവൻ തകർന്നു പോകും, ये नाश बर्बाद होगा. അവൻ നരകത്തിൽ പോകും. ये नरक में जाएगा. ഇതെല്ലാം പിശാച് എഴുതിയത്. ये सब शत्रु ने लिखा है. പക്ഷേ യേശു കർത്താവ് എന്ത് ചെയ്തു? यीशु ने क्या किया? ക്രൂശിൽ വെച്ച് അതെല്ലാം അങ്ങ് മായ്ച്ചു. सूली में वो सब बुझा दिया. ഹേ, നിങ്ങൾ ശ്രദ്ധിച്ചേ, യേശു കർത്താവ് നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ആദ്യം ചെയ്യുന്നത് നിങ്ങൾ മായ്ക്കുക ചെയ്യുന്നത്. जब यीशु मसीह अपने पास आते हैं उसने सारे चीजों को बुझा दिया. എന്നിട്ട് യേശു എഴുതാൻ പോകുകയാണ്. और यीशु लिखेगा. എഴുതാൻ പോകുന്നത് എന്താണെന്നറിയാമോ? क्या लिखेगा? ഇവൻ എന്റെ മകനാ, ये मेरा बेटा है. ഇവൻ എന്റെ മകളാ, ये मेरी बेटी है. ഇവനെ കുറിച്ച് നല്ല പദ്ധതി, उसके लिए अच्छा योजना. എല്ലാ വിരോധമായി ഇത് മായ്ക്കുകയാ. हर एक विरोध में जो दोष लगे था सब मिटा देता है. ഹലോ, आमीन. ചിലരൊക്കെ പറയും कुछ लोग कहेंगे പാസ്റ്റർ എന്റെ തലയിലെഴുത്താ. मेरा सिर का लिखावट है. തലയിലെഴുത്തുണ്ടോ? सिर में कोई लिखावट എനിക്ക് है? അറിയത്തില്ല. मुझे पता नहीं. ഉണ്ടെങ്കിൽ अगर है तो യേശു അങ്ങ് മായ്ച്ചു. आमीन आमीन आमीन. यीशु ने बुझा दिया. നിങ്ങളുടെ തല കൈവച്ചാട്ടെ. अब आपके सिर पे हाथ പറഞ്ഞോ, रखो. എനിക്കെതിരെ എഴുതിയതെല്ലാം മായ്ച്ചു, मेरे खिलाफ लिखा सारे बातों को മായ്ച്ചു, मिटा മായ്ച്ചു दिया. കളഞ്ഞു, മായ്ച്ചു सारे കളഞ്ഞു, चीजों को मिटा दिया. സാഫ് കിയ. എല്ലാത്തിനും തുടച്ചു. ദുർഗന്ധന രഗദൽ ഖഡഗ ശതുല റംതനെ ഝാൽഖെ ശഗബന രഗദലെ എതിരായിട്ട് എഴുതിയതെല്ലാം മായ്ച്ചു. कि विरुद्ध में लिखा सारे चीजों को मिटा दिया. ഹല്ലേലൂയ. ജാതകത്തിൽ എഴുതിയത് മായ്ച്ചു. कुंडली में लिखा हुआ मिटा दिया. പലതരം എഴുത്തുണ്ട് കേട്ടോ. बहुत प्रकार के लिखावट തലയിൽ है. എഴുത്തുണ്ട്, सिर का लिखावट है. ജാതകത്തിൽ എഴുതിയ എഴുത്ത്. कि कुंडली का लिखावट है. ഹല്ലേലൂയ. ജാതകം മാറുമോ? कुंडली बदलेगा क्या? വിധി മാറുമോ? भविष्य बदलेगा? പണ്ട് ഫെയർ ആൻഡ് ലവ്ലിക്കാരന്റെ പരസ്യം കുണ്ടലി ബദലേഗ. फेयर एंड लवली वाले कहते हैं कुंडली बदलेंगे. एडवर्टाइजमेंट कितना लोग को याद है? वाले का जमाने के कार्ड था, कुंडली बदलेगा. लड़की थोड़ा सा सावली थी और कोई मतलब कि ना शादी का कुछ कि ना प्रपोजल आता नहीं है, फेयर एंड लवली लगाया, अभी कुंडली भी बदल गया. हालेलुया. फेयर एंड लवली तोड़ी आपका कुंडली बदलने वाला है. फेयर एंड लवली നമ്മുടെ കുണ്ടലി ജാതകം മാറ്റത്തില്ല. यीशु का लहू आपका कुंडली बदलने वाला है. യേശുവിന്റെ രക്തം നമ്മുടെ ജാതകം മാറ്റും. आमेन आमेन आमेन. कुंडली बदलेगा, ജാതകം മാറ്റും. कुंडली बदलेगा, ജാതകം മാറ്റും. വിധി മാറ്റുമെന്ന്. सारे लिखावट തലയെഴുത്ത് മാറ്റുമെന്ന്. सिर का लिखावट बदलेगा. ജാതകം മാറ്റുമെന്ന്. कुंडली बदलेगा. എനിക്കൊരു സഹോദരി അറിയാം.
पासवान एक बहन को जानता है, അവര് വിശ്വാസത്തിൽ വന്നു. वो विश्वास में आया. എന്നിട്ട് പാസ്റ്ററെ ഞങ്ങളുടെ കുണ്ടലിൽ എഴുതിയിരിക്കുന്ന 40-ാം വയസ്സിൽ മരിച്ചു പോകുന്ന वो उसने कहा कि हमारे कुंडली में लिखा हम 40 साल में मर जाएंगे. റിട്ടയർമെന്റ് കഴിഞ്ഞു 58 വയസ്സായി. अभी पासवान के याद से उसका रिटायरमेंट हो गया, 58 के ऊपर हो गया, നാളെ ചത്തിട്ടില്ല. अभी तक मरा नहीं. അപ്പൊ കുണ്ടലി മോശമായിട്ടാണോ? तो कुंडली खराब है बोल के, ജാതകം മോശമായിട്ടല്ല, वो उसके वजह से नहीं. രക്ഷിക്കപ്പെട്ടപ്പോഴേ, जब तूने उद्धार पाया, ജ്ഞാനപ്പെട്ടപ്പോഴേ, जब तू बपतिस्मा लिया, ആ സിസ്റ്റത്തിൽ നിന്ന് उस सिस्टम में से आया, ഒരു സിസ്റ്റത്തിലോട്ട് അങ്ങ് तू കേറി. दूसरा सिस्टम में चले गया. आमेन आमेन आमेन. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് കേട്ടോ. वैसे एक सिस्टम है. നീ നിൽക്കുന്നത് ഈ സിസ്റ്റത്തിലാണെങ്കിൽ अगर तू इस सिस्टम में है तो ഇതെല്ലാം നിന്നെ ഭരിക്കും. ये सब तुझ पे राज करेगा. പക്ഷേ ഈ സിസ്റ്റത്തെ अगर ये सिस्टम को കാൽക്കീഴാക്കിയിട്ട് उसको पैरों को नीचे അതിന്റെ करके മേളിലുള്ള ഒരു സിസ്റ്റത്തിലേക്ക് उसके ऊपर के सिस्टम में നീ കേറി കഴിഞ്ഞാൽ अगर तू चढ़ेगा तो ആ സിസ്റ്റത്തെ നീ ചവിട്ടുമെന്ന്. वो सिस्टम को तू कुचलेगा. ഹല്ലേലൂയ. हालेलुया. നിങ്ങൾക്കറിയാമോ, आपको जानता है, മനുഷ്യൻ പറയുന്നത് നക്ഷത്രങ്ങൾക്ക് നമ്മുടെ മേൽ സ്വാധീനമുണ്ടെന്ന്. इंसान कहते हैं तारों को हम पे इन्फ्लुएंस है. ഹലോ, നക്ഷത്രങ്ങൾ അല്ലേ? तारों को ഈ നക്ഷത്രത്തിൽ അവൻ ജനിച്ചു, അതുകൊണ്ട് അവന്റെ ദോഷം. बोलते इस तारों पे तुमने जन्म लिया, इसका दोष है. പക്ഷെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ कि उद्धार पाके जब बपतिस्मा लिया, നമ്മളെ കർത്താവ് എവിടെ ഇരുത്തി എന്നാ എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്? आमेन. परमेश्वर में कहा बिठाया है സ്വർഗ്ഗസ്ഥലത്ത് അവനോട് കൂടെ. कि स्वर्गीय स्थान में उसके साथ. നക്ഷത്രങ്ങളൊക്കെ നമ്മുടെ താഴെയാ. नक्षत्र सब हमारे नीचे है. നക്ഷത്രം നമ്മുടെ തലയുടെ മുകളിലല്ല, सितारे हमारे सिर के ऊपर नहीं, നക്ഷത്രം നമ്മുടെ കാലിന്റെ കീഴിലാ. सितारे हमारे पैर के नीचे है. യോബിന്റെ പുസ്തകത്തിൽ ഒരു ചോദ്യമുണ്ട്, കാർത്തികയുടെ ചങ്ങല നിനക്ക് പൊട്ടിക്കാമോ, മകയിരത്തിന്റെ ബന്ധനം നിനക്ക് തകർക്കാമോ എന്ന്. ഇതൊക്കെ വേദോസ്തത്തിലുണ്ട് കേട്ടോ. കാർത്തികയുടെ ചങ്ങല, മകയിരത്തിന്റെ ബന്ധനം നിനക്ക് തകർക്കാമോ എന്ന്. दो क्या बोलते हैं, दो राशि का नाम बताया, 2 राशि का नाम बताया और पूछा इसका जंजीर को क्या खोल सकते हैं तुम, इसका बंधन को क्या तुम तोड़ सकते हैं? क्योंकि आयुब का जीवन में मुसीबत आया ना. आयुब ने कहा जीवित मत कष्टಗಳು ಬಂದು. तो बोला तेरा ये मतलब स्टार्स का प्रॉब्लम है. बोला कि तेरा ये सितारों का गड़बड़ी है. कार्तिकेय मगेर वक्त निंटे मेल करी इरिक्केंनु. बोला कि ये सब जो बोलते ना कि राशि तेरे पर आया हुआ है. हालेलुया. പക്ഷെ കർത്താവ് ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, परमेश्वर उत्तर आके पूछा, മക്കളെ ഇതൊക്കെ ആരാടാ ഉണ്ടാക്കിയത്? बोला बच्चों ये सब किसने बनाया? എന്റെ സ്ഥാനം ഇതിന്റെ മേളിലാടാ. मेरा स्थान जो इसके ऊपर है. ഹല്ലേലൂയ. നമ്മൾ ജനിച്ച നക്ഷത്രം ഏതുമാകട്ടെ, हमने कोई भी राशि में जन्म लिया हो, ഏതുമാകട്ടെ, कोई भी होने दो, അതൊക്കെ ലോകക്കാരെ ബാധിക്കും. वो सब दुनिया वालों के लिए रहेगा. ഹല്ലേലൂയ. പക്ഷെ നമ്മളെ ബാധിക്കത്തില്ല. लेकिन हमें नहीं होगा. എന്തുകൊണ്ടാ ബാധിക്കാത്തത്? क्यों नहीं होगा? ഈ സിസ്റ്റത്തിൽ നിന്ന് हम इस सिस्टम നമ്മൾ से പുതിയ സിസ്റ്റത്തിലോട്ട് हमने एक नया सिस्टम में आया है. ഹല്ലേലൂയ. हालेलुया. ഈ സിസ്റ്റം ഇപ്പൊ നമ്മുടെ കാൽ കീഴാണ്. अब ये जो सिस्टम हमारे पैरों के नीचे है, കാൽവറിയുടെ കൊടി പറത്തിയെന്ന്. कि कालवरी का झंडा हमने फैलाया. അപ്പൊ നക്ഷത്രഫലം വായിക്കുമോ? क्या राशि के फलों को हटाएगा? നക്ഷത്രഫലം വായിക്കുമോ? राशि के फल को हटाएगा. അതുകൊണ്ട് നക്ഷത്രഫലം എന്താണെന്ന് അറിയാൻ ആരും വായിക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല. അടുത്ത ആഴ്ച എങ്ങനെ ആയിരിക്കും? अभी किसी को क्या बोलते हैं ना, राशि अगले हफ्ते का राशि पढ़ना नहीं है. കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ എന്നെ വിളിച്ചു. कि पिछले हफ्ते एक परमेश्वर के दास ने पास्टर को फोन किया. സാക്ഷ്യത്തിന് എന്തെങ്കിലും വരാമെന്നാ പറഞ്ഞേക്കുന്നത്. बोला कभी गवाही के लिए आएगा. സൂര്യ ടിവിയില് ഈ നക്ഷത്രഫലം പറഞ്ഞുകൊണ്ടിരുന്ന പാർട്ടിയാ. उस मैन हालेलुया लॉर्ड. സൂര്യ ടിവിയില് നക്ഷത്ര ഇപ്പൊ കർത്താവിന്റെ വേല നോർത്ത് ഇന്ത്യ ചെയ്യുന്നു. वो सूर्या टीवी में ज्योतिष का काम करता था, वो भविष्य बताता था हफ्ते का. अभी वो परमेश्वर का सेवकाई करता है. ദിവസം പറയാം നമ്മുടെ ചാനലിൽ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. वो बोला कि हमारे चैनल में आएगा. നമ്മുടെ ചാനലിൽ നക്ഷത്രഫലം പറയാനല്ല വരുന്നത്. हमारे चैनल में वो ज्योतिष की बात करने के लिए നക്ഷത്രഫലത്തൊക്കെ കർത്താവ് മായ്ച്ചതിനെ കുറിച്ച് പറയാനാ. इन सबको परमेश्वर ने मिटाया उसके बारे में कहेगा. ആമീൻ പറഞ്ഞാട്ടെ. मुंह खोल के आमीन बोलो. വിധിയെഴുത്തുകളെ മായ്ച്ചു. सारे लिखावट को बुझा दिया. വിധിയെഴുത്തുകളെ മായ്ച്ചു. सारे लिखावट को बुझा दिया. നിനക്കെതിരെയുള്ള വിധിയെഴുത്തുകളെ സ്വർഗ്ഗത്തിലെ ദൈവം മായ്ച്ചുകൊണ്ടിരിക്കുകയാണ്. आपके विरुद्ध में लिखे सारे लिखावट को स्वर्ग का परमेश्वर ने मिटा डाला. തലയെഴുത്ത് മായ്ക്കുക. अपने सिर में लिखावट को पूरा बुझा दिया. ദുർഗമന രഗജഗ ശാന്തന ജേബാ നഗ ശതലെ അർദ്ധമാന രഗദൽ പംതുന ശിക്കി മാതുൽ താലെ രത്തെ രൂപ നഗ ശിക്കിമാ ദുമാ നഗദൽ പംതെ ശിക മാതുൽ താൽ താൽ താൽതാ ശിത മാതു പദ പന്ത ജൽക്കെ മൽക്കെ ശഗലെ എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് सभी लोग मुख खोल के प्रार्थना करो.
ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുന്നു, परमेश्वर की आत्मा मुझसे कहता है ചിലരുടെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുക, कुछ लोगों के जीवन में बदलावट हो रहा है, ചിലതിനെ സ്വർഗം മാറ്റിക്കൊണ്ടിരിക്കുക, कुछ लोगों को परमेश्वर बदल रहा है, ചില പൈശാചിക ശക്തികൾ പുറത്തു വരികയാ, कुछ शैतानी शक्ति बाहर आ रहा है, പൈശാചിക ശക്തികൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പുറത്തു വരികയാ, कुछ शैतानी शक्ति यीशु मसीह के തീർത്ത് नाम से മാറുകയാ, बाहर आ रहे हैं। നീ തീർത്ത് മാറുകയാ. പിശാചേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അടങ്ങ്. ये शैतान यीशु मसीह के नाम से शांत हो जा, यीशु नासरी के नाम है यीशु मसीह के नाम से निकल जाओ. इरंग. तेरा तो खलास, आमेन. तेरा तो खलास. आमेन. നിന്റെ സമയം കഴിഞ്ഞു. तेरा समय खत्म हुआ, യേശുവിന്റെ നാമത്തിൽ, यीशु के नाम से, യേശുവിന്റെ നാമത്തിൽ यीशु के नाम से അഴിഞ്ഞു പുറത്തു പോകട്ടെ, खुल के बाहर അഴിഞ്ഞു निकल, പുറത്തു പോകട്ടെ, खुल के बाहर निकल, അഴിഞ്ഞു പുറത്തു പോകട്ടെ. खुल के बाहर निकल. വിധി എഴുത്തുകളെ മായ്ക്കുകയാ, वो अपने सारे लिखा हुआ उठा വിരോധമായി देगा. എഴുതിയതിനെ മായ്ക്കുകയാ, വിരോധമായി എഴുതിയതിനെ, तेरे विरोध में लिखा हुआ, ജാതകത്തിൽ എഴുതിയതിനെ, कुंडली में लिखा हुआ, ജാതകത്തിൽ എഴുതിയതിനെ, कुंडली में लिखा हुआ, നക്ഷത്ര ഫലക്കാരൻ എഴുതിയതിനെ, कि जो भी अपना सितारों में लिखा हुआ, ഹല്ലേലൂയ, രാശിയുടെ കേതുവിന്റെ ശക്തികളെ, ശനിയുടെ അപഹാരത്തെ, മകീരത്തിന്റെ ബന്ധനങ്ങളെ, കാർത്തികയുടെ ബന്ധനങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അഴിക്കുകയോ. सारे राशि के अधिकार को, जो शनि के अधिकार को, जो हर एक राशि के अधिकार को यीशु मसीह के नाम से खुल जाओ. छोड़ते हैं. മന്ത്രവാദ ശക്തികളെ, जादू टोने की शक्तियों को, ആഭിചാര ശക്തികളെ, जो जादू टोने की शक्ति है, ആഭിചാര ശക്തികളെ, जादू टोने की शक्ति, വിരോധമായി എഴുതിയ ആഭിചാര ശക്തികളെ विरोध में लिखा हुआ जादू टोने की യേശുവിന്റെ शक्ति, നാമത്തിൽ അഴിയട്ടെ, यीशु के नाम से वो खुल जाए, അഴിയട്ടെ. यीशु के नाम से खुले. ഇന്ന് പകൽക്കാലം മായ്ക്കുകയാ. आज के दिन मिटा रहा है. കാൽവറി ക്രൂശിൽ യേശു ചെയ്ത ജയം, कालवरी में यीशु ने लिया जय. ആൽക്കന്തന, നീ ജനിച്ചപ്പോൾ മുതൽ, നീ ജനിച്ചപ്പോൾ മുതൽ जब से तू जन्म लिया, നിന്റെ മേൽ ഇറങ്ങിയ ശാപവാക്കുകളെ तेरे पे उतरा सारे शाप की बात. ഇവൻ നന്നാകത്തില്ല, ഇവൻ നന്നാകത്തില്ല, ये अच्छा नहीं होगा, ഇവൻ മുടിഞ്ഞു പോകും. ये नाश हो जाएगा. അങ്ങനെ നിന്നെ ശപിച്ചിട്ടുള്ള ശാപവാക്കുകൾ तेरे पर गिरा हुआ सारे शाप के बातों को, മായ്ച്ചോണ്ടിരിക്കുക, आमेन आमेन आमेन, सारे शापों को मिटा रहा है. മായ്ച്ചോണ്ടിരിക്കുക, वो मिटा दिया, മായ്ച്ചോണ്ടിരിക്കുക. मिटा रहा है. ശകവന രഗതൽ, ഹേ ദൈവ പൈതലേ, परमेश्वर के बच्चों, നിന്നെ ആരൊക്കെ ശപിച്ചു? तुझे कौन कौन श्राप दिया? ചിലരെ അപ്പനും അമ്മയും ശപിച്ചു, कुछ लोगों को माता पिता ने श्राप दिया, ചിലരെ നാട്ടുകാർ ശപിച്ചു, कुछ लोगों को दुनिया ने श्राप दिया, ചിലരെ അധ്യാപകർ ശപിച്ചു. कुछ लोगों को गुरुओं ने श्राप दिया. പക്ഷെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ പറയുന്നു, लेकिन आज पवित्र आत्मा कहता है, അതിനെല്ലാം സ്വർഗം മായ്ച്ചെന്ന്, उन सबको स्वर्ग ने मिटा दिया, സ്വർഗം മായ്ച്ചെന്ന്. स्वर्ग ने मिटा दिया. കാൽവറി ക്രൂശിലെ ജയത്താൽ कालवरी क्रूस का जैसे വിരോധമായ സകലത്തെ മായ്ച്ചെന്ന് विरोध में सारे को मिटा डाला, യേശുവിന്റെ നാമത്തിൽ. यीशु के नाम से. ശകവന, എഴുതി കെട്ടിയ സകലത്തെ മായ്ച്ചെന്ന്. कि लिख के बांधा हुआ सारे चीजों को मिटा दिया. എഴുതി കെട്ടിയ സകലത്തെ മായ്ച്ചെന്ന്. जो लिख के बांधा हुआ सारे चीजों को मिटा दिया. ഈ പഴയകാലത്തെ पुराना जमाने में ശുദ്രം ചെയ്യുന്നവർ എഴുതുമായിരുന്നു, जादू तोड़ने करने वाले लिखते थे, പല ഭാഷയിൽ എഴുതുമായിരുന്നു, अलग अलग भाषा में लिखते थे, പല ഒബ്ജക്റ്റിൽ എഴുതുമായിരുന്നു. बहुत सारे वस्तुओं में लिखते थे. ആണോ? ശരിയാണോ? പല ഭാഷ. ചില പറയും പാസ്റ്ററെ അറബിയിൽ കെട്ടിയതാ കേട്ടോ, അറബിയിലാണ് എഴുതിയേക്കുന്നത്. എന്തോ അറബിയ, ഹല്ലേലൂയ, അതിനെ അങ്ങ് മായ്ച്ചെന്ന്. कुछ लोग बोलते अरबी में लिख के बांधा है, उन सबको मिटा दिया. ഏത് ഭാഷ അത് വിഷയമല്ല, कोई भी भाषा उससे कोई फर्क नहीं. ഏത് ഭാഷയിലാണ് നിങ്ങൾക്കെതിരെ എഴുതിയതെങ്കിലും कोई भी भाषा में आपके विरुद्ध में लिखा हो, യേശു കർത്താവ് അങ്ങ് മായ്ച്ചെന്ന്. यीशु मसीह ने मिटा दिया. ഹല്ലേലൂയ. രാവിലെ ഡോണ ഇങ്ങനെ കാറെ വന്നപ്പം പറഞ്ഞു, सुबह डोना गाड़ी में आते ही समय कहा ഡോണ എന്ന് ആരോ പറഞ്ഞു, യേശുപ്പച്ചൻ ഇങ്ങനെ എഴുതാൻ തുടങ്ങിയപ്പോ പേന കുടഞ്ഞതാന്ന് പറഞ്ഞു. कि बोलते कि യേശുപ്പച്ചൻ എഴുതാൻ തുടങ്ങിയപ്പോ പേന ഇങ്ങനെ കുടഞ്ഞതാന്ന് പറഞ്ഞു. बोलते कि यीशु मसीह जब लिखना शुरू किया तो पेन को झटका दिया. യേശുപ്പച്ചൻ അങ്ങനെ പേന കുടയത്തൊന്നുമില്ല. कि यीशु मसीह को क्या पेन അത് कम नहीं കുടഞ്ഞത് होगा. വേറെ ആരാണ്ട് മക്കളെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നിന്റെ സൗഖ്യം എടുത്തു ഈ आमेन പകൽക്കാലം. आमेन आमेन. നീ പ്രാപിച്ചു. മൽക്കശകമന हालेलुया. ജാൽക്കെ മനഗഡ് പ്രാർത്ഥിച്ചാട്ട് കേട്ടോ. അത് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ വേരോട് അങ്ങ് പിഴുകിയ. आमेन आमेन आमेन. ഇപ്പോൾ തന്നെ അതിനെ മായ്ക്കുകയാ. यस 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 आदारा. എവിടെയെങ്കിലും ശത്രു എന്തെങ്കിലും കൊടഞ്ഞ് നിന്റെ ജീവിതം വികലമാക്കിയിട്ടുണ്ടോ, യേശുവിന്റെ നാമത്തിൽ അതിനെ ഞങ്ങൾ മായ്ക്കുകയാ. अगर कहीं भी शत्रु ने कुछ कीड़े कांडी करके तेरे जीवन को नाश किया तो उसे हम हटा रहा है.
ആത്മാവ് പറയുക परमेश्वर की आत्मा कहता है അങ്ങനെ എവിടെയെങ്കിലും മഷി ഇട്ടിട്ട് പോകുന്നത് कहीं कहीं वो दाग डाल के जाता മഷി है എറിഞ്ഞിട്ട് പോകുന്നത് कि दाग फेंक के डालता है പിശാചിന്റെ പദ്ധതിയാ वो शत्रु का पद्धति है അതിനെ പകൽക്കാലം മായ്ക്കുകയാ उसको आज के दिन उसको बुझा रहा है മായ്ക്കുകയാ उसे बुझा रहा है മായ്ക്കുകയാ उसे बुझा दिया മായ്ച്ചിട്ട് उसको बुझा के അവൻ എഴുതാൻ പോകുകയാ वो लिखेगा അവൻ എങ്ങനെ എഴുതുന്നത് वो അറിയാമോ क्या लिखेगा യേശു പേന കൊണ്ടല്ല എഴുതുന്നത് यीशु आमेन ഞാൻ വേദോസത്തിൽ എങ്ങും കണ്ടിട്ടില്ല യേശു പേന എടുത്ത് എഴുതിയത് वो पेन से नहीं लिखता है പക്ഷെ യേശു വിരൽ കൊണ്ട് എഴുതി वो उंगली से लिखा യേശു എഴുതുന്നത് പേന കൊണ്ടല്ല यीशु पेन से नहीं लिखता है യേശു വിരൽ കൊണ്ട് എഴുതി यीशु उंगली से लिखा രാവിലെ ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ आज सुबह जब पास उठ के आया ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു परमेश्वर की आत्मा ने कहा ദൈവത്തിന്റെ വിരല് ദൈവത്തിന്റെ വിരല് परमेश्वर की उंगली ദൈവത്തിന്റെ വിരല് परमेश्वर की उंगली എഴുന്നേറ്റ് വന്നത് ഇത് പറഞ്ഞോട്ടെ ദൈവത്തിന്റെ വിരല് परमेश्वर की उंगली ഞാൻ ചോദിച്ചു കർത്താവ് എന്താ ഇതിന്റെ അർത്ഥം मैंने पूछा परमेश्वर क्या है इसका ദൈവം എന്നോട് പറഞ്ഞു നീ ഇന്ന് ഇത് പ്രസംഗിക്കണം तू आज ये प्रचार करना ദൈവത്തിന്റെ വിരല് പ്രസംഗിക്കണം कि परमेश्वर की उंगली के बारे में प्रचार കർത്താവ് करना എനിക്ക് വചന വെളിപ്പാട് തരണം बल्कि उसका वचन का प्रकाशन ഇതിന്റെ दे അർത്ഥം എന്താ इसका अर्थ क्या है ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു परमेश्वर की आत्मा ने നീ कहा പഠിച്ചു നോക്ക് तू पढ़ के देख അങ്ങനെ പഠിച്ചു വന്നപ്പോൾ जब पढ़ के देखा ഓ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ യോഹന്നാൻ 8 में इस प्रकार ഒരു लिखा है പാപിനിയായ സ്ത്രീയെ एक पापनी स्त्री യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു यीशु के पास ले आया കല്ലെറിയണം उसको पत्थर फेंकना है പ്രമാണം അവർക്കെതിരെ ഒരു എഴുത്ത് എഴുതിയിട്ടുണ്ട് कि व्यवस्था ने उसके विरुद्ध में एक व्यवस्था लिखा है പ്രമാണം പറഞ്ഞു व्यवस्था ने कहा കല്ലെറിയണം इसे पत्थर मार എവിടെ കല്ലെറിയണം इसे पत्थर मार പക്ഷെ വചനം പറയുന്നു लेकिन वचन कहता है യേശു നിലത്ത് കുനിഞ്ഞു यीशु नीचे झुका യേശു നിലത്ത് കുനിഞ്ഞു यीशु नीचे झुका അവൻ എഴുതിക്കൊണ്ടിരുന്നു और उसने लिखना शुरू किया എങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു कैसा लिखा വിരൽ കൊണ്ട് उसने എഴുതിക്കൊണ്ടിരുന്നു उंगलियों से लिखा വിരൽ കൊണ്ട് उसने എഴുതിക്കൊണ്ടിരുന്നു उंगलियों से लिखा വിരൽ കൊണ്ട് उसने എഴുതിക്കൊണ്ടിരുന്നു उंगलियों से लिखा യേശുവിന്റെ വിരൽ ഇന്ന് പകൽക്കാലം നിനക്ക് നേരെ ചലിക്കാൻ പോകുകയാ यीशु की उंगली आज का दिन हमारे लिए चलेगा വിരോധമായി ചിലതിനെ മായ്ച്ചിട്ട് विरोध जो चीजों को हटा के യേശു ചിലതിനെ എഴുതാൻ പോകുകയാ यीशु कुछ चीजों को लिखेगा യേശു ചിലതിനെ എഴുതാൻ പോകുകയാ यीशु कुछ चीजों को लिखेगा എങ്ങനെയാണ് എഴുതുന്നത് कैसे लिखेगा വിരൽ കൊണ്ടാണ് എഴുതുന്നത് वो उंगली से लिखेगा എല്ലാവരും പറഞ്ഞിട്ട് യേശു പേന കൊണ്ടല്ല യേശു വിരൽ കൊണ്ടാണ് मुंह എഴുതുന്നത് खोल के बोलो यीशु कलम से नहीं वो उंगली से लिखता है ഹല്ലേലൂയ हालेलुया സത്യമാ പറഞ്ഞത് सच्चा कहाँ है ഒത്തിരി ഒത്തിരി വാക്യങ്ങളുണ്ട് കേട്ടോ बहुत सारे वाक्य है എക്സോഡസ് പുറപ്പാട് 31-ാം അധ്യായം एक्सोडस 31 ആവർത്തന പുസ്തകം ഇവിടെയൊക്കെ പറയുന്നു यहाँ सब कहता है ഹല്ലേലൂയ ദൈവം തന്റെ വിരൽ കൊണ്ട് എഴുതിയ കൽപ്പലക कि परमेश्वर अपने हाथों से लिखा उंगलियों से लिखा ഹലോ ദൈവം തന്റെ വിരൽ കൊണ്ട് എഴുതിയ കൽപ്പലക कि प्रभु ने अपने हाथों से लिखा हुआ व्यवस्था മോശയുടെ കൈ കിട്ടിയ ടാബ്ലറ്റ് ഉണ്ടല്ലോ मूसा के हाथ में जो मिला वो टैबलेट അത് जो है എഴുതിയത് വിരൽ കൊണ്ടാ वो उंगली से लिखा അത് വിരൽ കൊണ്ട് എഴുതിയത് उसने उंगली से लिखा ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു परमेश्वर की आत्मा ने എടാ, कहा ആ വിരൽ തന്നെയാണ് वही उंगली ഇപ്പൊ തറയിൽ എഴുതിക്കൊണ്ടിരിക്കുന്നത് वो नीचे अभी लिख रहा है यस ആ വിരൽ തന്നെ वही उंगली ആ മോശയ്ക്ക് വേണ്ടി എഴുതി കൊടുത്തില്ലേ मूसा को जो लिख के दिया ആ വിരൽ തന്നെ ഇപ്പോൾ ഈ നിലത്ത് ഇങ്ങനെ എഴുതി वही उंगली से अभी नीचे लिख रहे हैं അപ്പൊ യേശു എന്തുവാ നിലത്ത് എഴുതിയത് यीशु ने क्या लिखा കഴിഞ്ഞ 2000 വർഷമായിട്ട് ദേവദാസന്മാരെ ഡിബേറ്റ് ചെയ്യും ഇതെന്തുവാന്ന് कि 2000 सालों से परमेश्वर के दास लोग उस पर डिबेट कर रहे हैं കർത്താവ് എനിക്കൊന്ന് മനസ്സിലാക്കി തരണം मैंने बोला परमेश्वर ഈ मुझे വചനം समझा के दे പറയണമെങ്കിൽ എനിക്കൊരു അണ്ടർസ്റ്റാൻഡിംഗ് തരണം मुझे इसमें समझ दे ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു परमेश्वर की आत्मा ने എടാ, कहा മോശയുടെ കയ്യിൽ പണ്ട് എഴുതി കൊടുത്തില്ലേ मूसा के हाथ में जो पहले लिख के दिया ആ പ്രമാണം Amen, എടുത്ത് yes. വന്ന് നിൽക്കുന്നത് आमेन आमेन ഹല്ലേലൂയ ആ പ്രമാണം കൊണ്ടാ വന്ന് നിൽക്കുന്നത് वो व्यवस्था के साथ आके खड़ा है പണ്ട് എഴുതിയ ടാബ്ലറ്റ് पहले लिखा हुआ जो टैबलेट അതിനകത്ത് എഴുതിയിട്ടുണ്ട് उसमें लिखा है പണ്ട് എഴുതിയ പ്രമാണം पहले का जो व्यवस्था है അതിനകത്ത് എഴുതിയിട്ടുണ്ട് उसमें लिखा है എവളെ കല്ലെറിയണമെന്ന് इसको पत्थर मारना है യേശു കർത്താവ് പറയാ यीशु ने कहा ഞാൻ പണ്ട് എഴുതിയതങ്ങ് മായ്ക്കുകയാ आमेन अभी पहले लिखा उसे बुझा रहा हूं मैं എഴുതിയത് ഞാൻ തന്നെ മായ്ക്കുകയാ जो मैंने लिखा मैं खुद बुझा रहा हूं ഹലോ आमेन അപ്പൊ സാത്താൻ എഴുതിയത് മാത്രമല്ല तो शैतान ने लिखा वही नहीं ഹല്ലേലൂയ हालेलुया हालेलुया लॉर्ड ग्लोरी ग्लोरी फादर ശകമന यीशु തുലഭം തല स्तोत्र फादर ശകമനരം തലേ മൽക്കേ രഗതൽ കടക ശംതൂന ജാൽപേ രഗതൽ കടക ശംതൂന ദൈവ പൈതലേ परमेश्वर के बच्चों സ്വർഗത്തോട് പാപം ചെയ്തവരുണ്ട് കേട്ടോ जो स्वर्ग के विरुद्ध पाप किए हुए लोग हैं ഞാൻ വലിയ ദൈവശക്തി അനുഭവിക്കും എനിക്ക് ഇവിടെ നിൽക്കാൻ आमेन हालेलुया परमेश्वर को बहुत बड़ा परमेश्वर का सामर्थ्य मिल रहा है ആ തുടക്കത്തിൽ എനിക്ക് പ്രസൻസ് ഇല്ലായിരുന്നു പക്ഷെ അത് മാറി ഹല്ലേലൂയ शुरुआत में प्रभु का प्रेजेंस സ്ട്രഗിൾ ചെയ്യുമായിരുന്നു
काफी समय स्ट्रगल कर रहा था ഭയങ്കര ഒരു എന്താ പറഞ്ഞ പോർട്ടൽ ഒരു കോറിഡോർ അങ്ങ് തുറന്നിരിക്കുകയാ कि बहुत बड़ा परमेश्वर का एक पोर्टल खुला हुआ है ഹല്ലേലൂയ हालेलुया ശ്രദ്ധിക്കണമേ ध्यान देना ആമേൻ 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 ഹല്ലേലൂയ ദുൽഖശകബന രഗദൽ കടഗൽ ശന്തന പ്രാർത്ഥിച്ചട്ടെ हर एक जन प्रार्थना करे ഇന്ന് പകൽക്കാലം ചിലർ വലിയ വിടുതൽ പ്രാപിക്കാൻ പോകുകയാണ് आज से कुछ लोग बड़ा छुटकारा पाने वाला है കേൾക്കുന്ന ദൈവമക്കളെ ഈ ലൈവ് കേൾക്കുന്ന जो ദൈവമക്കളെ लाइव में सुनने वाले परमेश्वर के बच्चों കഴിഞ്ഞ സൺഡേ നമ്മൾ ഇവിടെ യഹോവ റാഫ പറഞ്ഞ് ആരാധിച്ചപ്പോൾ जो अगले पिछले हफ्ते जब यहोवा राफा बोल के आराधना किया ആരാധന കഴിഞ്ഞ ഉടനെ ലൂസി സിസ്റ്റർ മെസ്സേജ് ഇട്ടു कि आराधना के बाद लूसी सिस्टर ने मैसेज डाला ഇവിടെ ആരാധിക്കുമ്പോൾ യഹോവ റാഫ പറഞ്ഞ് ആരാധിക്കുമ്പോൾ यहाँ जब यहोवा राफा बोल के जब आराधना कर रहा था യൂട്യൂബിലൂടെ കണ്ടോണ്ടിരുന്ന ലൂസി സിസ്റ്ററുടെ മമ്മി 3 മാസമായിട്ട് നടക്കാത്ത മമ്മി എഴുന്നേറ്റ് നടന്നു आमेन हालेलुया उन्होंने कहा कि 3 महीने से उनकी मम्मी चलता लेकिन यूट्यूब से उन्होंने जब देखा तो उसकी मम्मी उठ के चलने लगा നിങ്ങൾ ഈ ആലയത്തിൽ അല്ല ഇരിക്കുന്നതെങ്കിലും अब भले आप लोग यहाँ इस कलीसिया में नहीं बैठा है യേശുവിന്റെ വിരൽ ഈ പകൽക്കാലം നിങ്ങളെ തൊടുകയാണ് यीशु की उंगली आपको छू रहा है ശ്രദ്ധിക്കണമേ ध्यान देना സ്വർഗത്തോട് പാപം ചെയ്തവരുണ്ട് कुछ लोग हैं जो स्वर्ग से पाप किया മായ്ക്കാൻ പറ്റുന്ന പാപമാണോ वो क्या मिटा सकता है അതിന്റെ പണിഷ്മെന്റ് എന്തുവാ उसका सजा क्या है പക്ഷേ കർത്താവ് പറഞ്ഞു लेकिन परमेश्वर ने कहा ഞാൻ അതും മായ്ക്കാൻ റെഡിയാ मैं वो भी बुझाने को तैयार हूँ ആ മുടിയൻ പുത്രൻ പറഞ്ഞു वो उड़ाव पुत्र ने कहा അപ്പാ ഞാൻ സ്വർഗത്തോട് പാപം ചെയ്തു आमेन हालेलुया बोला पिता मैंने स्वर्ग से पाप किया എന്നെ മകൻ എന്ന് വിളിക്കാൻ ഞാൻ യോഗ്യനല്ല मैं बेटा बुलाने के योग्य नहीं हूँ ഇനി എനിക്ക് ദാസന്റെ നെയിം പ്ലേറ്റ് മതി अब मुझे दास का नेम प्लेट दे दे ഹലോ വീട്ടിൽ ഇത്ര നാളും ദാസന്മാർ എങ്ങനെ നടന്നത് आज तक घर में दास लोग कैसे चला നെയിം പ്ലേറ്റ് വെച്ചിട്ടുണ്ട് एक नेम प्लेट रखा है അവന്റെ നെയിം പ്ലേറ്റ് പേരുണ്ട് കേട്ടോ उसका नेम प्लेट में नाम है വലിയ വലിയ വീട്ടിൽ അങ്ങനെയൊക്കെയാ കേട്ടോ 5-6 പരിചാരകരുള്ള വീട്ടുണ്ട് അപ്പൊ പിന്നെ എന്താ ഹെഡ് സർവന്റ് ഒക്കെ അല്ലേ അല്ലേ മാനേജർ ഒക്കെ നെയിം പ്ലേറ്റിൽ എഴുതിയിട്ടുണ്ട് ഇവൻ പറഞ്ഞു അപ്പാ എനിക്ക് ഏതെങ്കിലും ഒരു സർവന്റിന്റെ നെയിം പ്ലേറ്റ് മതി उसने बोला पिता मुझे कोई भी एक सेवक का दास का मुझे नेम प्लेट दे दे അപ്പം പറഞ്ഞു മോനെ ഇങ്ങ് വാടാ अब पिता ने बोला बेटा तू आ जा മായ്ക്കുകയാണ് मैं उसे मिटा रहा हूँ അത് മായ്ച്ചിട്ട് वो मिटा के നെയിം പ്ലേറ്റ് അല്ലടാ नेम प्लेट नहीं അധികാരത്തിന്റെ മോതിരം നിന്റെ കയ്യിൽ ഇടാൻ പോവുകയാണ് अधिकार का അധികാരത്തിന്റെ മോതിരം നിന്റെ കയ്യിൽ ഇടാൻ പോവുകയാണ് अधिकार का अंगूठी मैं तेरे हाथ में डालने वाला हूँ നെയിം പ്ലേറ്റ് അല്ലടാ മോനെ नेम प्लेट नहीं അധികാരത്തിന്റെ മോതിരം ഇന്ന് പകൽക്കാലം നിന്റെ കൈ കയറാൻ പോകുകയാണ് अधिकार का ഷെകബൽ ഖാലബംതന ജുബദൽ अधिकार का जो अंगूठी तेरे हाथों में आज डालेगा നെയിം പ്ലേറ്റ് അല്ലടാ മോനെ नेम प्लेट नहीं ശുശ്രൂഷയുടെ ചെരുപ്പ് നിനക്ക് തരാൻ പോകുകയാണ് सेवक का चप्पल तुझे पहनाएगा ഞാൻ എഴുതിയത് ഞാൻ തന്നെ മായ്ക്കുമടാ मैंने जो लिखा मैं खुद बुझाएगा പകൽക്കാലം ആത്മാവിൽ ചിലരെ നോക്കി പരിശുദ്ധാത്മാ പറയുകയാണ് आज आत्मा में कुछ लोगों को देखिए पवित्र आत्मा कहता है സ്വർഗം നിന്നെ കുറിച്ച് പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ പോകുകയാണ് कि स्वर्ग तुम्हारे ऊपर नया निर्णय लेने वाले हैं आमीन സ്വർഗം നിന്നെ കുറിച്ച് പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ പോകുകയാണ് स्वर्ग तेरे बारे में नया निर्णय लेने वाला യേശുവിന്റെ है നാമത്തിൽ यीशु के नाम से സ്വർഗം തീരുമാനം മാറ്റാൻ പോകുകയാണ് स्वर्ग जो है उसका निर्णय बदलने वाला है വിശ്വസിക്കാൻ പറ്റുമോ क्या तुम विश्वास कर सकते हैं സ്വർഗം തീരുമാനം മാറ്റുമെന്ന് स्वर्ग निर्णय बदलेगा നീ നശിച്ചു പോകുമെന്ന് പ്രവാചകൻ പ്രവചിച്ചിടത്ത് कि जहां भविष्यद्वक्ता ने बोला तू नाश हो जाएगा ദൈവം ഇതാ പറയാൻ പോകുക ഞാൻ നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റാൻ क्या പോകുകയാണ് परमेश्वर कहते मैं तुझे एक चमत्कार बनाऊंगा ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ദൈവശക്തി വന്ന ദൈവമക്കളെ आज परमेश्वर के बच्चों സ്വർഗ തീരുമാനം മാറ്റാൻ പോകുകയാണ് स्वर्ग जो निर्णय बदलने वाला है ഒത്തിരി ഉണ്ട് എനിക്കറിയില്ല എങ്ങനെ നിർത്തണം എങ്ങോട്ട് പോകണം എനിക്കറിയില്ല पता नहीं कैसे समाप्त करूं ഹൽക്കന്ദന രഗജഗ ശന്തന എടാ മോനെ മോശയ്ക്ക് എഴുതി കൊടുത്തില്ലേ मूसा को जो लिख के दिया ആ പ്രമാണം വെച്ച് ഇവര് കല്ലും പുറക്കിക്കൊണ്ട് വന്നേക്കുന്നത് वो व्यवस्था रख के लोग पत्थर लेके आया है മോളെ നിന്നെ കൊല്ലാൻ ഇവര് വന്നിട്ടുണ്ടല്ലോ कि ये लोग जो तुझे मारने के लिए आया है എന്റെ പെർമിഷന് വേണ്ടിയാ നിൽക്കുന്നത് मेरा परमिशन के लिए बैठा है പക്ഷെ ഞാനത് മായ്ക്കും കേട്ടോ आमीन आमीन ഞാനത് മായ്ച്ചിട്ട് मैं उसे बुझा के ഞാനത് പുതിയതൊന്ന് എഴുതും मैं एक नया लिखूंगा പുതിയതൊന്ന് എഴുതും मैं एक नया लिखेगा കല്ലിൽ കുത്തിയ മരണമല്ല आमीन हालेलुया ये जो पत्थरों में लिखा हुआ मृत्यु नहीं है കല്ലിൽ കുത്തിയ മരണമല്ല वो पत्थरों में लिखा हुआ मृत्यु नहीं है ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ കൊത്തിയ ഒരു ജീവന്റെ കൃപയുടെ പ്രമാണം ഞാൻ നിനക്ക് വേണ്ടി കൊത്താൻ പോകുകയാണ് जो दिल में लिखा हुआ एक दया पत्थर में लिखा हुआ अक्षर नहीं है हृदय का जो मांस के ऊपर उस पल्लों में लिखा हुआ एक अनुग्रह का वचन मैं तेरे लिए लिखने वाला हूं आमीन आमीन हालेलुया इब्राहिम 10वां अध्याय इब्राहिम 10 में हिब्रू इब्राहिम 10वां अध्याय
इब्रानी 10 में എന്താ എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? क्या लिखा है? ഹാല കല്ലിലല്ല കൊത്തിയത്. पत्थरों में नहीं लिखा है. മോശയ്ക്ക് കൊത്തി കൊടുത്തത് കല്ലിലാ. मूसा को जो लिख के दिया व्यवस्था जो पत्थर में था, ഹല്ലേലൂയ, കല്ലേലാ വിരലോടിയത്. उस पे पत्थरों में लिखा. എന്റെ ചോദ്യം, കല്ലേൽ എഴുതാനാണ് എളുപ്പം कि पत्थर में लिखना जल्दी है क्या, അതോ മണലേൽ എഴുതാനാണ്? या मिट्टी में? നിങ്ങൾ ഈ നിലത്തെഴുത്ത് പഠിച്ചിട്ടുള്ളവർ എത്ര പേരുണ്ട്? നിലത്തെഴുത്ത് കേരളത്തിൽക്കാർ കയ്യൊന്ന് കാണട്ടെ. നിലത്തെഴുത്ത് നിലത്തെഴുത്ത് കേട്ടിട്ടില്ലയോ? കേരള में जो पहले बार अक्षर सीखेगा मिट्टी में लिखे सीखते हैं. क्या आपका गांव में भी ऐसे? केरला में ऐसे. അതിന് പറഞ്ഞ പേരാ നിലത്തെഴുത്ത്. ഭൂമിക്കകത്ത് എഴുതും, മണലിൻ്റെ അകത്ത് എഴുതും, അല്ലയോ? हाँ, इसका सीक्रेट क्या है मालूम है? उसका सीक्रेट क्या है? मिठाना जल्दी है, वो जल्दी मिटा आसान सकते से हैं. मिटा पाएगा. ऐसे हाथ हिलाएगा तो फिर वो मिट गया. हालेलूയ. അപ്പം ഈ കല്ലേൽ എഴുതാനാണോ എളുപ്പം അതോ മണ്ണിൽ എഴുതാനാണോ എളുപ്പം? कहाँ पे लिखना जल्दी है, पत्थर में या मिट्टी में? ഏതാ എളുപ്പം? നോ ഡൗട്ട് മണ്ണിൽ എഴുതാൻ അല്ലേ? അതുകൊണ്ടാണ് നിലത്തെഴുത്ത് മണ്ണേ ചെയ്യുന്നത്, അല്ലയോ? ഇനി ഞാനൊരു രഹസ്യം നിങ്ങളോട് പറഞ്ഞു തരാം. अब मैं आपको रहस्य बताता हूँ പഴയ നിയമം കല്ലേൽ എഴുതിയതാണ്. कि पुराना नियम जो है पत्थर में लिखा. आमीन, यस, हालेलुया. അതേ വിരലുകൾ वही उंगली ഇന്ന് എഴുതുന്നത് കല്ലേലല്ല, आज जो है पत्थर पे नहीं, ഹൃദയത്തിന്റെ മാംസപ്പലകമേലാണ്. वो हृदय में लिखता है. आमीन. ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ എഴുതാന് हृदय के जो हृदय में जो लिखता है. നിങ്ങൾ ഈ ചില ടൂറിസ്റ്റ് സ്ഥലങ്ങളിലൊക്കെ പോയാൽ അവിടുത്തെ കോട്ട, അവിടുത്തെ ഫോർട്ടിലൊക്കെ ആളുകൾ പേരെഴുതി വെച്ചേക്കുന്നത് കണ്ടിട്ടില്ലേ? आप जब एक टूरिस्ट प्लेस में जब जाते हैं, बहुत सारे किलों में लोग अपना नाम ചില लिख के रहते हैं. കല്ലേലൊക്കെ ആളുകൾ പേരെഴുതും. എങ്ങനെയാണെന്നറിയാം? ഇങ്ങനെ കുത്തി കുത്തി കിഴുത്തി ഉണ്ടാക്കി ഹാലൽ എന്ത് മെനക്കെട്ടെന്നറിയാം, ആണി വെച്ച് അടിച്ച്. कुछ लोग पत्थरों में क्या अपना नाम लिखते हैं. ഹൃദയത്തിൽ എഴുതാൻ അത്ര വലിയ പ്രശ്നം വല്ലതും ഉണ്ടോ? क्या दिल में लिखना उतना कठिन है क्या? ഹൃദയത്തിൽ എഴുതാൻ ആണി വെച്ച് എഴുതണോ? ഹൃദയത്തിൽ कि क्या दिल पे लिखने के लिए किलों का इस्तेमाल करने की ഹൃദയത്തിൽ जरूरत है? ആണി വെച്ച് എഴുതിയാൽ ബ്ലീഡ് ചെയ്യും അല്ലേ? कि हृदय में अगर किलों से लिखेगा तो लहू बहेगा. എന്നാൽ ഹാലൽ യേശുവിന്റെ കരം ഇറങ്ങിയിട്ട് ആ ഹൃദയത്തെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ, लेकिन यीशु का हृदय अगर उंगली उठ के उतर के अगर उस दिल पे जा छुएगा, ഒരു ഡ്രോപ്പ് രക്തം പൊടിയാതെ एक बूंद अगर लहू बहेगा, ഹൃദയത്തിനകത്ത് ഒരു പ്രത്യാശയുടെ പ്രമാണം, ഒരു പുതിയ പ്രമാണം എഴുതുക. आमीन, आमीन, आमीन. उस दिल के अंदर एक उम्मीद का नया वचन, हालेलुया, एक व्यवस्था का नया व्यवस्था आएगा. കുനിഞ്ഞു यीशु झुका എഴുതിക്കൊണ്ടിരുന്നു. और लिखा. ഹല്ലേലൂയ. യേശു ഇടയ്ക്ക് തല ഉയർത്തി നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ പാപമില്ലാത്ത ഇവളെ ആദ്യം കല്ലെറിയട്ടെ. और यीशु ने उठ के बोला कि तुम्हें से जो पाप नहीं किया वो पहले इस पे पत्थर मारे. പിന്നെയും കുനിഞ്ഞെന്നാ, फिर से झुका പിന്നെയും എഴുതിക്കൊണ്ടിരുന്നു. और लिखा. കാലം ഞാൻ നിങ്ങളോട് ഉറപ്പിക്കട്ടെ, आज मैं तुमसे कहता हूँ, യേശു പറയുകയാണ്, यीशु कहता है, പ്രവൃത്തിയിലൂടെ പറയുകയാണ്, उस कार्य से कहता है, മക്കളെ 2000 വർഷങ്ങൾക്ക് മുമ്പ് बच्चों 2000 साल पहले ഞാനിങ്ങി കുനിഞ്ഞി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് मैं उतर के आया इस पृथ्वी में. ഹല്ലേലൂയ. ഈ പ്രമാണത്തെ മാറ്റാനാ. आमीन. इस व्यवस्था को हटाना. आमीन, आमीन. മകളെ സമാധാനത്തോട് പൊയ്ക്കോ, बेटी तो शांति के साथ जाओ, ഇനിയും പാപം ചെയ്യരുത്. अभी पाप मत करना. आमीन. മക്കളെ എത്ര പേർ സമർപ്പിക്കും? आज कितने लोग समर्पण എത്ര करेंगे? പേർ ഏൽപ്പിച്ചു കൊടുക്കും? कितने लोग अपने आप को समर्पण करेंगे? യേശു ഒരു വിരല് ഇന്ന് പകൽക്കാലം നിനക്ക് നേരെ നീട്ടിപ്പിടിച്ചിരിക്കുക. यीशु ने आज एक उंगली तेरे और आगे किया है. യേശു നിങ്ങളെ ഒന്ന് തൊടുവാൻ ആഗ്രഹിക്കുന്നു. यीशु आज तुझे छूना चाहता എല്ലാ है. ദൈവമക്കളും ഒന്ന് എഴുന്നേറ്റ് നിന്ന് सभी लोग उठ के खड़े हो ഒരു जाइए. നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. एक क्षण के लिए प्रार्थना करें. എന്നെ ഒന്ന് തൊടണമേ കർത്താവ് എന്ന് പറഞ്ഞാൽ प्रभु मुझे छूना बोलना. അതിന് ആണിയുടെ ആവശ്യമൊന്നുമില്ല, उसके किलों की जरूरत नहीं है. എഴുത്താണിയുടെ ആവശ്യമൊന്നുമില്ല, वो लिखने वाला किले को जरूरत नहीं है. മുറിവ് വരുത്തുന്ന നാരായത്തിന്റെ ആവശ്യമില്ല. മുറിവ് വരുത്തുന്ന പേന ഓൾഡ് ജമാന का जो पेन होते हैं ना, जो का गाव देने वाला कलम का इस्तेमाल नहीं है. ഹല്ലേലൂയ. യേശു നിങ്ങളുടെ ഹൃദയത്തിൽ അവന്റെ സ്നേഹം കൊണ്ട് ഇന്ന് പകൽക്കാലം ഒരു എഴുത്തെഴുതാൻ പോവുകയാണ്. यीशु तुम्हारा दिल में उसके प्रेम से आज कुछ लिखने वाला है. നീ എന്റേതാണെന്നുള്ള എഴുത്ത്, आमीन, आमीन. यस लॉर्ड, यस लॉर्ड. നീ हालेलुया. എന്റേതാണെന്നുള്ള എഴുത്ത്, तू मेरा है कह के, നീ എന്റെ സ്വന്തമാണെന്നുള്ള तू എഴുത്ത്. मेरा खुद का है कह के. എല്ലാ കണ്ണുകളും അടയ്ക്കട്ടെ. हर एक अपने आंखों को बंद എല്ലാ करे. ദൈവമക്കളും കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തട്ടെ. हर एक जन अपने हाथों को स्वर्ग की ओर उठा. ക്രൂശിൽ എല്ലാ ജയവും ഉണ്ട് കേട്ടോ. क्रूस में सारे जय हैं. വിരോധമായത് സകലതും മാഞ്ഞെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? कितने लोग विश्वास करते हैं विरोध में लिखा सारा बुझ അവിടെ गया. ജയത്തിന്റെ കൊടി പറക്കുകയാണെന്ന് എത്ര പേർ वहाँ വിശ്വസിക്കുന്നു? कितने लोग विश्वास करते हैं जय का झंडा लहरा रहे हैं. ഹല്ലേലൂയ. കൊയർ വന്നാട്ടെ. कर आगे आइए. വിരോധമായ സകലതും മാഞ്ഞെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? विरोध में लिखा सारा बुझ गया. कितने लोग विश्वास करते हैं വിധി മാറി. कि ഹല്ലേലൂയ. നസീബ് ബദൽ ഗയാ. नसीब बदल गया. ഹല്ലേലൂയ. തലയിൽ എഴുത്ത് മാറി, क्या सिर का लिखा हुआ बदल गया. കുണ്ടലി മാറി, कुंडली मारी. നക്ഷത്രബലം മാറി, कि राशि बदल गया. എല്ലാം മാറി. सब बदल गया. പിശാച് എഴുതിയതെല്ലാം മാറി, शैतान ने लिखा सब बदल गया. എല്ലാം മായ്ച്ചു.
सब बुझा दिया। ന്യായപ്രമാണം എഴുതിയത് വായിച്ചു. आमेन आमेन हालेलुया। तो व्यवस्था ने लिखा हुआ सारा ഞാൻ बुझा दिया। പാപിയാണെന്ന് പ്രഖ്യാപിച്ച ന്യായപ്രമാണം എഴുതിയത് आमेन വായിച്ചു. आमेन। मैं पापी लिखा हुआ जो व्यवस्था उसको मिटा दिया। ഈ ന്യായപ്രമാണം പിടിച്ചിട്ട് പിശാച് എന്നെ ഇത്രയും നാൾ ഒതുക്കിയിരുന്നത്. हालेलुया। ये व्यवस्था पकड़ के आज तक शत्रु ने मुझे दबा कर रखा। അതുകൊണ്ട് ഈ വചനം പറയുന്നത് പാപത്തിന്റെ ബലം ന്യായപ്രമാണം എന്ന് പറയുന്നത്. इसके लिए वचन कहते हैं कि पाप का जो बल है वो व्यवस्था है। അതങ്ങ് മായ്ച്ചു. वो बुझा दिया। മായ്ച്ചിട്ട് പറഞ്ഞു മോനെ യു ആർ ഫ്രീ. वो बुझा के बोला बेटा तू फ्री आजाद है, സ്വതന്ത്രനാണ്, तू स्वतंत्र है। യേശു നിങ്ങളെ സ്വതന്ത്രമാക്കി. आमेन आमेन। यीशु ने हमें स्वतंत्र किया। ആ കൈച്ചീട്ടങ്ങ് കീറിക്കളഞ്ഞു. वो जो चिट्ठी को फाड़ दिया, നിങ്ങൾക്കെതിരെയുള്ള ചീട്ട് അല്ലേ കീറി. तुम्हारे विरुद्ध जो लिखा हुआ उसको फाड़ दिया। വിരോധമായി എഴുതിയ കൈച്ചീട്ട് പിടിച്ചോണ്ട് നിങ്ങൾ നടക്കുകയായിരുന്നു. क्यों जो विरोध में लिखा हुआ सब चीजें लिख के घूम रहा നിങ്ങൾ था। എവിടെ ചെന്നാൽ ഈ ചീട്ട് കാണിക്കുമ്പോൾ कि जहां भी जाता ये पढ़ना बताता ഇത് था, വായിച്ചിട്ട് പറയും ये पढ़ के कहेगा നീ രക്ഷപ്പെടത്തില്ല. तू दूर बचेगा नहीं। നിന്റെ നിന്റെ കൈച്ചീട്ടിൽ എഴുതിയിരിക്കുന്നത് ഇത്രയുമാ കേട്ടോ. कि तेरे बारे में इतना सब कुछ लिखा हुआ है। आमेन यस हालेलुया। ഈ ലൂക്കാസ് സുവിശേഷത്തിൽ അങ്ങനെ ഒരു വാക്യമില്ലേ? लूका में इस प्रकार लिखा है കടക്കാരെ വിളിച്ചിട്ട് कि जो उद्धार दिया होता उनको बुला के ചീട്ടിങ് കൊണ്ടുവരാൻ പറഞ്ഞു. बोला चिट्ठी लेके आ जा। 100 എന്ന് എഴുതിയത് जहाँ 100 लिखा था വായിച്ചിട്ട് 50 എന്ന് എഴുതി കൊടുത്തു. बुझा के 50 कर दिया। അവർ ഹാപ്പിയായി. वो खुश हो गया। അത് ഈ ലോകത്തിലെ ഒരു 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 സ്വാമി, ഒരു യജമാനൻ, वो दुनिया का एक स्वामी है യേശു കർത്താവ് यीशु मसीह। എന്നോട് പറഞ്ഞു മോനെ നിന്റെ ചീട്ടിങ് കൊണ്ടുവരാൻ പറഞ്ഞു. बोला तू तेरे बच्चे पढ़ना लेके आ। എത്ര എഴുതിയേക്കുന്നത്? कितना लिखा? आमेन यस। 100 ഞാൻ 50 ആക്കാന്നല്ല പറഞ്ഞത്. ये नहीं बोला 100 को 50 करेगा। 100 ഞാൻ മായ്ച്ച് 0 ആക്കാന്നാ പറഞ്ഞത്. जो तेरा पूरा 100 है उसको बिठा के मैं 0 बना दूंगा। ലൂക്കോസ് 16 लूकास 16 में നമ്മൾ വായിക്കുന്ന വാക്യമാ. നിന്റെ ചീട്ടിങ് കൊണ്ടുവരാൻ പറഞ്ഞു. बोला तेरा पढ़ना लेके आ। ചീട്ട് മായ്ച്ചിട്ട് 50 എഴുതി കൊടുത്തു. वो बुझा के 50 लिख के യേശു दिया। കർത്താവിനോട് നിന്റെ ചീട്ടിങ് കൊണ്ടുവരാൻ പറഞ്ഞു. यीशु ने तेरा पढ़ना लेके आ। ചീട്ട് മായ്ച്ചിട്ട് ചീട്ട് കീറി കളഞ്ഞു. वो लेके आमीन പറഞ്ഞിട്ട്. आमीन बोलो। ഹല്ലേലൂയ. ഒരു പുതിയ ചീട്ട് എഴുതി തന്നു. और एक नया पन्ना लिख के दिया। ചെല്ലുന്നിടത്തൊന്നും പഴയ ചീട്ടിന്റെ ആവശ്യമില്ല കേട്ടോ. अभी जाने वाले जगह पे पुराना चिट्ठी की जरूरत नहीं है। आमीन ഈ ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ അങ്ങനെയല്ലേ? हॉस्पिटल में जाएगा तो പണ്ടത്തെ കാലത്ത് പുതിയ ചീട്ട് എടുക്കണം. कि नया पन्ना लेना ഇനി है। പഴയ ചീട്ടിന്റെ ആവശ്യമില്ല. अभी नया पुराना की जरूरत नहीं പുതിയ है। ചീട്ട് എടുത്തു. अभी नया ले लो। അതിനകത്ത് എഴുതിയേക്കുന്നുണ്ടോന്ന് उसमें क्या लिखा है? പഴയ ഫയലെല്ലാം ക്ലോസ് ചെയ്തു. वो पुराना पन्ना फाइल पूरा क्लोज किया। വിശ്വാസത്തോടെ ഒന്ന് ക്ലോസ് ചെയ്താട്ടെ. विश्वास किया तेरा क्लोज करा। आमीन यस यस यस। ഇന്ന് സ്നാനപ്പെട്ട ദൈവമക്കളെ आज जो बपतिस्मा लिया बच्चों, ആ പഴയ ഫയലെല്ലാം ക്ലോസ് ചെയ്തു. वो पुराना फाइल पूरा क्लोज हो गया। പഴയ പാപത്തിന്റെ ഫയൽ ക്ലോസ് ചെയ്തു. कि पुराना पाप का फाइल क्लोज किया। പഴയ ബന്ധനങ്ങളുടെ ഫയൽ ക്ലോസ് ചെയ്തു. पुराना बंधनों का फाइल क्लोज किया। യേശു പുതിയതൊന്ന് എഴുതി. यीशु ने नया एक लिखा। എന്താ എഴുതിയത്? क्या लिखा? സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ भजन संहिता में कहा യവനും ये അവളും ओ സിയോനിൽ ജനിച്ചു. सिय्योन में जन्म लिया। आमीन यस यस आमीन। ഹല്ലേലൂയ. കരങ്ങളെ ശക്തമായി അടിച്ച് പാടി ആരാധിക്കാം. हाथ ताली बजा के गाओ। जीत का हो ललकार. हालेलुया. आनंद का जय जयकार. हालेलुया. ജയത്തിൻ ഘോഷം, ഉല്ലാസ ഘോഷം. ഹല്ലേലൂയ. അത് പാടി ആരാധിക്കാമല്ലേ? ഹല്ലേലൂയ. ഭക്തരുടെ കൂടാരത്തിൽ എന്നും പുതുഗീതം. എന്താ പുതുഗീതം? क्यों नया गीत? ഇത് നമ്മളെ മാറ്റി കേട്ടോ. परमेश्वर ശക്തമായി അടിച്ച് കരങ്ങളെ അടിച്ച് ആരാധിക്കാൻ ഹല്ലേലൂയ. മൽക്കശംതുന. ഹല്ലേലൂയ. ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനാ സേവതീരനാ അഭയദാനവർക്കെന്നുമേ. മഹത്വരാജനാ സേവതീരനാ ഭയം താൻ അവർക്കെന്നുമേ. മരണമേ നിന്നുടെ ജയമെവിടെ? കുഞ്ഞാട്ടിനും ഒട്ടകം മക്കൾക്ക് സംഹാരം കടന്നു പോ. പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ? ഒട്ടകം മക്കൾക്ക് സംഹാരം കടന്നു പോ. ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനാ സേവ്യധീരനാ അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജനാ സേവ്യധീരനാ അഭയം താൻ അവർക്കെന്നുമേ. നിന്നെ
ആഴികൾ നടകൊള്ളുന്ന അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, അത് നിന്നെ കവിയുകില്ല. അഗ്നിയതിൽ നാലാമെന്താൻ ആഴികൾ നടകൊള്ളുന്ന ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനാം സേനയിൽ വീരനാം അഭയം താനാവർത്തിക്കുമേ. മഹത്വരാജനാം സേനയിൽ വീരനാം അഭയം താനാവർത്തിക്കുമേ. മഹത്വരാജനാം സേനയിൽ വീരനാം അഭയം താനാവർത്തിക്കുമേ. महिमा का प्रभु प्रभु शरण है हमारा. महिमा का प्रभु सेना का प्रभु शरण है हमारा. महिमा का प्रभु सेना का प्रभु शरण है हमारा. विजय तेरा कहाँ है? यीशु का लहू सुरक्षित करे हम उसके भक्तों के लिए विजय तेरा कहाँ है? यीशु का लहू सुरक्षित गढ़ है हम उसके भक्तों के लिए. जिसका हो घोषणा आनंद का जय जयकार. भक्तों के तंबू में है हर दिन नया संगीत. महिमा का प्रभु सेना का प्रभु शरण है हमारा. महिमा का प्रभु सेना का प्रभु शरण है हमारा. एक क्षण समर्पण कर दीजिए, एक क्षण समर्पण कर दीजिए, एक क्षण प्रार्थना कर दीजिए. हालेलुया. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. इस वचन का सामने नम्र कर दीजिए. ഈ വചനം മുന്നിൽ നമ്മൾ തന്നെ സമർപ്പിക്കാം. विश्वास करते काफी लोग आज सुबह चंगा पाया है. വിശ്വസിച്ച് ഒത്തിരി ആൾക്കാർ നമ്മുടെ സൗഖ്യം പ്രാപിച്ചു. काफी लोगों का शरीर से दुष्ट आत्मा का शक्तियां निकल ചില गई है. വ്യക്തിയുടെ ശരീരത്തിൽ ദുഷ്ടാത്മാവിന്റെ ശക്തി काफी लोगों का विरोध में लिखा हुआ लेखों को प्रभु ने मिटा डाला. ഒത്തിരി പേരുടെ വിരുദ്ധമായി എഴുതിയ എല്ലാത്തിനും ദൈവം മായ്ച്ചു. यीशु का सामर्थ्य ने वो किया है. ദൈവത്തിന്റെ സാമർത്ഥ്യം നമ്മൾ അനുഭവിച്ചു. धन्यवाद दे दीजिए. Amen. Yes, Lord. प्रभु जी आपका प्रजा को इस शक्ति के साथ में आप भेज दीजिए प्रभु जी. ദൈവം നിന്റെ ജനത്തിന് ഈ ശക്തിയോട് മടക്കി അയക്കണമേ. वैसे हुआ बोल के धन्यवाद देते हैं. ആയിരം സ്തോത്രം आदर महिमा आपको ആദരം മഹത്വം यीशु मसीह के पवित्र नाम में. യേശുവിന്റെ നാമത്തിൽ. आमेन आमेन आमेन.